മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്നു മുതലുള്ള 3 ദിവസം രക്ഷകന്റെ മിഷൻ എന്ന പേരിൽ മിഷനെക്കുറിച്ചുള്ള ഒരു ധ്യാനം നാം ആരംഭിക്കുകയാണ്. എല്ലാ ക്രിസ്തു ശിഷ്യന്മാരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കടമയായ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുക എന്ന ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഈ 3 ദിവസങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥ വചനങ്ങളെ ആസ്പദമാക്കി നമുക്ക് ധ്യാനിക്കാം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ വചനം. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. യേശു തൻ്റെ ശിഷ്യന്മാരെ മുഴുവൻ വിളിച്ചുകൂട്ടി അവസാനമായി പറഞ്ഞ കാര്യമാണിത്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. യേശു തൻ്റെ പരസ്യ ജീവിതകാലത്ത് ശിഷ്യന്മാർക്ക് ധാരാളം കൽപ്പനകൾ കൊടുത്തിട്ടുണ്ട്. ശിഷ്യന്മാരോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യേശു പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യേശു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഇതാണ് എന്ന് ഞാൻ പറയും. കാരണം ഒന്നാമതായി യേശു തൻ്റെ ശിഷ്യന്മാരോട് ഏറ്റവും അവസാനമായി പറഞ്ഞ കാര്യമാണിത്. ശിഷ്യന്മാർക്ക് കൊടുത്ത ഏറ്റവും അവസാനത്തെ കൽപ്പന. ഈ കൽപ്പന കൊടുത്തതിന് ശേഷം യേശു പിതാവിൻ്റെ പക്കലേക്ക് പോയി. പിന്നീട് ഒരു കൽപ്പനയും ഈശോ അവർക്ക് കൊടുത്തിട്ടില്ല. അങ്ങനെ പറയുമ്പോൾ ഇത് യേശുവിൻ്റെ അവസാനത്തെ കൽപ്പനയാണ്. ഇത് യേശുവിൻ്റെ അന്ത്യാഭിലാഷമാണ്. യേശു അവസാനമായി പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യം ഇത് യേശുവിൻ്റെ അവസാനത്തെ ആഗ്രഹമാണ്, അന്ത്യാഭിലാഷമാണ്. നമ്മുടെ കുടുംബത്തിലെ മാതാപിതാക്കളുടെ വാക്കുകൾക്ക് അല്ല എങ്കിൽ നമ്മുടെ കുടുംബത്തിലെ കാരണവന്മാരുടെ വാക്കുകൾക്ക് നാം വലിയ പ്രാധാന്യം കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ചും അവർ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ, അന്ത്യാഭിലാഷമായി അവർ പറഞ്ഞ കാര്യങ്ങൾ. ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മരിക്കുന്നതിന് മുമ്പ് എൻ്റെ അമ്മ പറഞ്ഞതാണ്, അതുകൊണ്ട് ഇത് ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. മരിക്കുന്നതിന് തൊട്ടു മുമ്പായി എൻ്റെ അപ്പൻ പറഞ്ഞ കാര്യമാണ്, അതുകൊണ്ട് അത് ചെയ്യാതിരിക്കാൻ സാധ്യമല്ല. കാരണം അത് അവരുടെ അവസാന ആഗ്രഹമായിരുന്നു, അന്ത്യാഭിലാഷമായിരുന്നു. അങ്ങനെയെങ്കിൽ ഇത് ഈശോയുടെ അന്ത്യാഭിലാഷമായിരുന്നു. പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും അവസാനമായി ശിഷ്യന്മാരോട് ഈശോ പറഞ്ഞ കാര്യം, നിങ്ങൾ ലോകം മുഴുവനും പോകണം, സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. ഇത് യേശുവിൻ്റെ അന്ത്യാഭിലാഷമാണ്. ലോകം മുഴുവൻ സുവിശേഷം അറിയണം, ലോകം മുഴുവൻ സുവിശേഷം വ്യാപിക്കണം. ഈ അന്ത്യാഭിലാഷം പൂർത്തിയാക്കുവാൻ നമുക്ക് കടമയുണ്ട്. യേശുവിനോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ, യേശുവിനെ നാം നമ്മുടെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നുവെങ്കിൽ അവൻ്റെ ഈ അന്ത്യാഭിലാഷം നാം പൂർത്തിയാക്കണം. രണ്ടാമതായി, യേശു പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു കാര്യത്തിൽ നമുക്ക് സംഹരിക്കാൻ സാധിക്കും. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മറ്റുള്ളവരോട് പറയുക, നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുക. അപ്പോൾ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള കൽപ്പനയും, ക്ഷമയെക്കുറിച്ചുള്ള കൽപ്പനയും, ശത്രു സ്നേഹത്തെക്കുറിച്ചുള്ള കൽപ്പനയും, എല്ലാ കൽപ്പനകളും ഈ സുവിശേഷത്തിൽ അടങ്ങിയിട്ടുണ്ട്. എല്ലാ കൽപ്പനകളും അടങ്ങിയിട്ടുള്ള സുവിശേഷമാണ് മറ്റുള്ളവരോട് പറയുവാൻ യേശു പറഞ്ഞത്. അതുകൊണ്ട് സുവിശേഷം പറയുമ്പോൾ ഞാൻ സ്നേഹത്തിൻ്റെ കൽപ്പനയെക്കുറിച്ച് പറയുന്നു, ക്ഷമയുടെ കൽപ്പനയെക്കുറിച്ച് പറയുന്നു, ശത്രു സ്നേഹത്തെക്കുറിച്ച് പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ കൽപ്പനകളും ഉൾക്കൊണ്ടിരിക്കുന്ന സുവിശേഷമാണ് ഞാൻ പ്രസംഗിക്കുന്നത് എങ്കിൽ യേശുവിൻ്റെ എല്ലാ കൽപ്പനകളും ഞാൻ അനുസരിക്കുകയാണ്. ഈ 2 കാരണങ്ങൾ കൊണ്ട്, ഒന്നാമതായി ഇത് യേശുവിൻ്റെ അന്ത്യാഭിലാഷമാണ്. രണ്ടാമതായി എല്ലാ കൽപ്പനകളും അടങ്ങിയിരിക്കുന്ന സുവിശേഷമാണ് നാം പ്രസംഗിക്കുന്നത്. ഈ 2 കാരണങ്ങൾ കൊണ്ട് യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഇനി ആരാണ് ഈ സുവിശേഷം പ്രസംഗിക്കേണ്ടത്? സാധാരണ രീതിയിൽ നാം ഈ സുവിശേഷ പ്രസംഗത്തെ സമർപ്പിത ജീവിതവുമായോ പൗരോഹിത ജീവിതവുമായോ സന്യാസ ജീവിതവുമായോ ബന്ധപ്പെടുത്തിയാണ് മനസ്സിലാക്കാറുള്ളത്.
പലരും ധരിച്ചു വച്ചിരിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കുക എന്നത് വൈദികരുടെ പണിയാണ്, സന്യസ്തരുടെ പണിയാണ്, അൽമായ പ്രേക്ഷിതരുടെ പണിയാണ്. പക്ഷെ വാസ്തവത്തിൽ സുവിശേഷം പ്രസംഗിക്കുക എന്നത് വൈദികരുടെയോ സന്യസ്തരുടെയോ സമർപ്പിതരുടെയോ മാത്രം പണിയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് അൽമായ പ്രേക്ഷിതരുടെ മാത്രം പണിയല്ല. സുവിശേഷം പ്രസംഗിക്കുക എന്നത് എല്ലാ ക്രിസ്ത്യാനികളുടെയും പരമപ്രധാനമായ കടമയാണ്. മാമോദീസ സ്വീകരിച്ചിട്ടുള്ള എല്ലാവർക്കും സുവിശേഷം പ്രസംഗിക്കാനുള്ള കടമയുണ്ട്. കാരണം ഒരു വ്യക്തിക്ക് സുവിശേഷം പ്രസംഗിക്കാനുള്ള വിളി ലഭിക്കുന്നത് മാമോദീസയിലൂടെയാണ്. പലപ്പോഴും നാം ധരിച്ചു വച്ചിരിക്കുന്നത് വൈദികരാണ് സുവിശേഷം പ്രസംഗിക്കേണ്ടത്, സന്യസ്തരാണ് സുവിശേഷം പ്രസംഗിക്കേണ്ടത് എന്നാണ്. പക്ഷേ സുവിശേഷം പ്രസംഗിക്കാനുള്ള വിളി ലഭിക്കുന്നത് പുരോഹിത പട്ടത്തിലൂടെയല്ല, സുവിശേഷം പ്രസംഗിക്കാനുള്ള വിളി ലഭിക്കുന്നത് സന്യാസ വ്രതവാഗ്ദാനത്തിലൂടെയല്ല, സുവിശേഷം പ്രസംഗിക്കാനുള്ള വിളി ലഭിക്കുന്നത് മാമോദീസയിലൂടെയാണ്. അതുകൊണ്ട് ഞാൻ പുരോഹിതനല്ലാത്തത് കൊണ്ട് സുവിശേഷം പ്രസംഗിക്കാൻ എനിക്ക് കടമയില്ല എന്ന് ആരും കരുതരുത്. ഞാൻ സമർപ്പിതനോ സമർപ്പിതയോ അല്ലാത്തത് കൊണ്ട് എനിക്ക് സുവിശേഷം പ്രസംഗിക്കാൻ കടമയില്ല എന്ന് ആരും കരുതരുത്. കാരണം സുവിശേഷം പ്രസംഗിക്കാനുള്ള വിളി ലഭിക്കുന്നത് പൗരോഹിത്യത്തിൽ നിന്നോ സമർപ്പിത ജീവിതത്തിൽ നിന്നോ സന്യാസ വ്രതവാഗ്ദാനത്തിൽ നിന്നോ അല്ല, മറിച്ച് മാമോദീസയിൽ നിന്നാണ്. അതുകൊണ്ട് മാമോദീസ സ്വീകരിച്ചിട്ടുള്ള എല്ലാവരും പ്രേക്ഷിതരാണ്, എല്ലാ വിശ്വാസികളും സാക്ഷികളാണ്, എല്ലാ വിശ്വാസികളും പ്രേക്ഷിതരാണ്. സുവിശേഷം കേട്ടിട്ടുള്ള എല്ലാവരും സുവിശേഷം പ്രസംഗിക്കണം. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുമെന്ന് ഈശോ പറഞ്ഞത് അന്ന് തൻ്റെ കൺമുമ്പിൽ ഉണ്ടായിരുന്ന ആ ശിഷ്യന്മാരെ മാത്രം ഉദ്ദേശിച്ചായിരുന്നില്ല, മറിച്ച് ചരിത്രത്തിലുടനീളം സുവിശേഷം കേൾക്കാൻ പോകുന്ന എല്ലാവരെയും ഉദ്ദേശിച്ചാണ് യേശു അത് പറഞ്ഞത്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുമെന്ന്. അതുകൊണ്ട് സുവിശേഷം കേട്ടിട്ടുള്ള എല്ലാവരും സുവിശേഷം പ്രസംഗിക്കണം. മാമോദീസ സ്വീകരിച്ചിട്ടുള്ള എല്ലാവരും ക്രിസ്തുവിന് സാക്ഷികളാണ്, ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ, സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ആദ്യ നാളുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പല സ്ഥലങ്ങളിലും സുവിശേഷം പ്രസംഗിച്ചത് ആദ്യം അപ്പസ്തോലന്മാരായിരുന്നില്ല, സാധാരണ വിശ്വാസികൾ, അൽമായ വിശ്വാസികളാണ് ആദ്യം സുവിശേഷം പ്രസംഗിച്ചത്. പിന്നീടാണ് അപ്പസ്തോലന്മാർ ചെന്ന് അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചത്. ഒരു ഉദാഹരണം നമുക്ക് പരിശോധിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ. സാവൂൾ ഈ വധത്തെ അനുകൂലിച്ചു. അന്ന് ജെറുസലേമിലെ സഭയ്ക്കെതിരായി വലിയ പീഡനം നടന്നു. സ്തേഫാനോസിന്റെ രക്തസാക്ഷിത്വത്തെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. സാവൂൾ സ്തേഫാനോസിന്റെ രക്തസാക്ഷിത്വത്തെ അംഗീകരിച്ചു. സാവൂളിന്റെ കൽക്കലാണ് അവർ വസ്ത്രങ്ങൾ വെച്ചത്. സാവൂൾ ആ വധത്തെ അനുകൂലിച്ചു. അതിനുശേഷം ജെറുസലേമിലെ സഭയ്ക്കെതിരായി വലിയ പീഡനം നടന്നു, വലിയ മതമർദ്ദനം അവർ അഴിച്ചുവിട്ടു. ക്രിസ്ത്യാനികളെ വേട്ടയാടാൻ തുടങ്ങി, സുവിശേഷം പ്രസംഗിക്കുന്നവരെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കാൻ തുടങ്ങി. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അപ്പസ്തോലന്മാരൊഴികെ മറ്റെല്ലാവരും യൂദയായുടെയും സമരയായുടെയും ഗ്രാമങ്ങളിലേക്ക് ചിതറിപ്പോയി. അപ്പസ്തോലന്മാരൊഴികെ മറ്റെല്ലാവരും എന്ന് പറഞ്ഞാൽ ആരാണ്? സാധാരണ വിശ്വാസികൾ. അപ്പസ്തോലന്മാരിൽ നിന്നും സുവിശേഷം കേട്ടിട്ടുണ്ടായിരുന്ന, യേശുവിൽ വിശ്വസിച്ചിരുന്ന സാധാരണ വിശ്വാസികൾ, അവർ യൂദയായുടെയും സമരയായുടെയും ഗ്രാമങ്ങളിലേക്ക് ചിതറിപ്പോയി. വാസ്തവത്തിൽ പ്രാണൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവർ ഓടിയത്, ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അവർ ഓടിയത്. ഇങ്ങനെ പ്രാണരക്ഷണാർത്ഥം ഓടിയ ഈ വിശ്വാസികൾ ചെന്നിടത്തെല്ലാം എന്താണ് ചെയ്തത്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 4-ാമത്തെ വചനം. ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. ആരാണ് ചിതറിക്കപ്പെട്ടതെന്ന് നാം കണ്ടു. അപ്പസ്തോലന്മാരായിരുന്നില്ല, സാധാരണ ക്രിസ്ത്യാനികൾ. കാരണം വചനം പറയുന്നത് അപ്പസ്തോലന്മാരൊഴികെ എല്ലാവരും ചിതറിക്കപ്പെട്ടു എന്നാണ്. ഇങ്ങനെ ചിതറിക്കപ്പെട്ട ഈ സാധാരണ വിശ്വാസികൾ ചെന്നിടത്ത് യേശുവിന് സാക്ഷ്യം കൊടുത്തു. ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടിയൊളിച്ച അവർ
ഒളിച്ചിരിക്കുകയല്ല ചെയ്തത്, മറിച്ച് ചെന്നിടത്തെല്ലാം ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാം ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ, നമ്മുടേതായ ജീവിത സാഹചര്യങ്ങളിൽ യേശുവിന് നാം സാക്ഷ്യം കൊടുക്കണം. അങ്ങനെ സാക്ഷ്യം കൊടുക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം. ഇവർ ചിതറിക്കപ്പെട്ടവരായിരുന്നു. പീഡനം മൂലം ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവർ ഓടി. പക്ഷേ ചെന്നിടത്ത് യേശുവിന് സാക്ഷ്യം കൊടുത്തു. എല്ലാ ഗ്രാമങ്ങളിലും സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് അവർ ചുറ്റി സഞ്ചരിച്ചു. ഇങ്ങനെ ചിതറിക്കപ്പെട്ട വിശ്വാസികളിൽ നിന്നാണ് സമരിയായിലെ പല ഗ്രാമങ്ങളും ആദ്യമായി സുവിശേഷം കേട്ടത്. നാളുകൾക്ക് ശേഷമാണ് അപ്പോസ്തലന്മാർ അവരെ സന്ദർശിക്കുന്നത്. ചിതറിക്കപ്പെട്ട വിശ്വാസികളിൽ നിന്ന്, സാധാരണ വിശ്വാസികളിൽ നിന്ന് സമരിയായിലെ ഗ്രാമങ്ങൾ സുവിശേഷം സ്വീകരിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് സാധാരണ വിശ്വാസികളിൽ നിന്ന്, സാധാരണ ക്രൈസ്തവരിൽ നിന്ന് സുവിശേഷം കേൾക്കുവാൻ എത്രയോ ഗ്രാമങ്ങൾ കാത്തിരിക്കുന്നു. എത്രയോ ഗ്രാമങ്ങൾ സുവിശേഷം കേൾക്കാതെ സുവിശേഷ പ്രസംഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ഇവിടെയെല്ലാം കടന്നു പോകേണ്ടത് വൈദികരും സന്യസ്തരും സമർപ്പിതരും മാത്രമാണെന്ന് കരുതിയാൽ നമുക്ക് തെറ്റുപറ്റും. വൈദികരും സമർപ്പിതരും സന്യസ്തരും മാത്രമല്ല, എല്ലാ ക്രൈസ്തവരും സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. ചിതറിക്കപ്പെട്ട വിശ്വാസികൾ സുവിശേഷം പ്രസംഗിച്ചതുപോലെ എല്ലാ ക്രൈസ്തവരും സുവിശേഷം പ്രസംഗിക്കണമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ നാട്ടിൽ പഠനത്തിന് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും പല സ്ഥലങ്ങളിലായി ചിതറിപ്പാർക്കുന്ന ജനങ്ങളുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ അവരെ വിളിക്കാറുള്ളത് പ്രവാസികളെന്നാണ്. അവരും അവരെ പ്രവാസികൾ എന്ന പേരിലാണ് വിളിക്കാറുള്ളത്. വാസ്തവത്തിൽ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കും, അവരാരും പ്രവാസികളല്ല, മറിച്ച് പ്രേക്ഷിതരാണ്. ജോലിക്ക് വേണ്ടിയോ പഠനത്തിന് വേണ്ടിയോ മറ്റേതെങ്കിലും ആവശ്യത്തിന് വേണ്ടിയോ മറ്റു സ്ഥലങ്ങളിൽ ചിതറിപ്പാർക്കുന്ന ജനങ്ങൾ കേവലം പ്രവാസികളല്ല, അവർ പ്രേക്ഷിതരാണ്. ചിതറിക്കപ്പെട്ട വിശ്വാസികൾ സുവിശേഷം പ്രസംഗിച്ചുവെങ്കിൽ ചിതറിക്കപ്പെട്ട് പല സ്ഥലങ്ങളിലായിരിക്കുന്ന ദൈവവിശ്വാസികൾ ചെന്നിടത്തെല്ലാം, ജീവിക്കുന്നിടത്തെല്ലാം ദൈവത്തിന് സാക്ഷ്യം കൊടുക്കണം, ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കണം, ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കണം. അങ്ങനെയാണ് സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. നമ്മുടേതായ സാഹചര്യങ്ങളിൽ നാം കണ്ടുമുട്ടുന്ന ജനത്തോട് ക്രിസ്തുവിനെ കുറിച്ച് പറയണം, സുവിശേഷം നാം പറയണം. സുവിശേഷം കേട്ടിട്ടുള്ള എല്ലാവരുമാണ് അത് ചെയ്യേണ്ടത്. ഇത് നമ്മുടെ കടമയാണ്, ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇനി ഈ ഉത്തരവാദിത്വത്തെക്കുറിച്ച് വചനം പറയുന്നത് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 16-ാമത്തെ വചനം. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 16-ാമത്തെ വചനം. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നു എങ്കിൽ അതിലെനിക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല. എന്നാൽ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് ദുരിതം. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് ദുരിതം. പൗലോസ്ലീഹ യേശുവിനെ തിരിച്ചറിഞ്ഞതിന് ശേഷം, സുവിശേഷത്തിന് ശക്തി മനസ്സിലാക്കിയതിനു ശേഷം നേടിയെടുത്ത ഒരു വലിയ ബോധ്യമാണിത്. സുവിശേഷം പ്രസംഗിക്കുക എന്നത് എൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് ദുരിതം. ഇത് നമ്മുടെ കാര്യത്തിലും അർത്ഥവത്താണ്. ഞാനൊരു വ്യക്തി എന്ന നിലയ്ക്ക് സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് ദുരിതം. ഒരു രൂപത സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ ആ രൂപതയ്ക്ക് ദുരിതം. ഒരു സന്യാസ സമൂഹം സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ ആ സന്യാസ സമൂഹത്തിന് ദുരിതം. ഒരു കുടുംബം സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ ആ കുടുംബത്തിന് ദുരിതം. ഒരു സഭ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ ആ സഭയ്ക്ക് ദുരിതം. ഇന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും നമ്മുടെ സഭയിലും ധാരാളം ദുരന്തങ്ങളുണ്ടെങ്കിൽ, ദുരിതങ്ങളുണ്ടെങ്കിൽ അതിനൊരു കാരണം ഈ സുവിശേഷം നമ്മൾ പ്രസംഗിക്കാത്തതാണ്. നാം സുവിശേഷം പ്രസംഗിക്കാത്തത് കൊണ്ട് നാം ദുരിതം അനുഭവിക്കുന്നു. അതുകൊണ്ട് നാം സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഭാരതത്തിൽ ലോക ജനസംഖ്യയുടെ 1/6 താമസിക്കുന്നു. ലോക ജനസംഖ്യയുടെ 1/6 താമസിക്കുന്ന ഭാരതത്തിൽ വെറും 2.5% മാത്രമാണ് യേശുവിനെ അറിഞ്ഞിട്ടുള്ളതും യേശുവിനെ സ്വീകരിച്ചിട്ടുള്ളതും. ഈ 97% ആര് സുവിശേഷം പറയും? ആര് യേശുവിനെ അവർക്ക് കാണിച്ചു കൊടുക്കും? നമ്മൾ ഓരോരുത്തരും.
അത് ജീവിതാന്തസ്സുമായി ബന്ധപ്പെടുത്തിയല്ല, ദൈവവിളിയുമായി ബന്ധപ്പെടുത്തിയല്ല നാം മനസ്സിലാക്കേണ്ടത്. ഈ 97% സുവിശേഷം പറയുവാൻ നമുക്ക് എല്ലാവർക്കും കടമയുണ്ട്. ഇത് നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കണം. മറ്റൊരു വചനം മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-33 വചനങ്ങൾ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-33 വചനങ്ങൾ. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ എന്നെ ഏറ്റുപറയുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയും. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ എന്നെ തള്ളിപ്പറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ തള്ളിപ്പറയും. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ അനേകം മനുഷ്യരുമായി കണ്ടുമുട്ടി ധാരാളം ജീവിത സാഹചര്യങ്ങളിൽ ഇടപഴകി നാം ജീവിച്ചിട്ട് ഒരു മനുഷ്യന്റെ മുമ്പിലും ഈ യേശുവിനെ നാം അംഗീകരിക്കുന്നില്ല എങ്കിൽ, ഒരു മനുഷ്യന്റെ മുമ്പിലും ഈ യേശുവിനെ കുറിച്ച് നാം സംസാരിക്കുന്നില്ല എങ്കിൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ യേശുവും നമ്മെ അംഗീകരിക്കില്ല. യേശുവിനെ നാം ഏറ്റുപറയുകയാണെങ്കിൽ യേശുവും നമ്മെ ഏറ്റുപറയും. അതുകൊണ്ട് യേശു നമ്മെ തള്ളിപ്പറയുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കട്ടെ. യേശു നമ്മെ നിരാകരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സുവിശേഷം നമ്മൾ പ്രസംഗിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദുരിതം. സുവിശേഷം പ്രസംഗിക്കാത്ത വ്യക്തിക്ക് ദുരിതം, സുവിശേഷം പ്രസംഗിക്കാത്ത കുടുംബത്തിന് ദുരിതം, സുവിശേഷം പ്രസംഗിക്കാത്ത രൂപതയ്ക്ക് ദുരിതം, സുവിശേഷം പ്രസംഗിക്കാത്ത സന്യാസ സമൂഹത്തിന് ദുരിതം, സുവിശേഷം പ്രസംഗിക്കാത്ത സഭയ്ക്ക് ദുരിതം. ഈ ദുരിതത്തിൽ നിന്നും നാം വിട്ടുമാറണമെങ്കിൽ, ഈ ദുരിതത്തിൽ നിന്നും നാം കരകയറണമെങ്കിൽ സുവിശേഷം നാം പ്രസംഗിക്കണം. മറ്റൊരു വചനം ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 26-ാമത്തെ വചനം. ഒരുവൻ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെയും പിതാവിൻ്റെയും സകല ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ ലജ്ജിക്കും. ഒരുവൻ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിച്ചാൽ, സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിച്ചാൽ, അവനെക്കുറിച്ച് തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ മനുഷ്യപുത്രനും ലജ്ജിക്കും. കർത്താവാണ് പറയുന്നത്, എന്നെക്കുറിച്ച് നിങ്ങൾ ലജ്ജിച്ചാൽ, എൻ്റെ വചനത്തെക്കുറിച്ച് നിങ്ങൾ ലജ്ജിച്ചാൽ നിങ്ങളെക്കുറിച്ച് ഞാനും ലജ്ജിക്കും. പ്രിയ സഹോദരി സഹോദരന്മാരെ, വചനത്തെക്കുറിച്ച് നാം ലജ്ജിച്ചിട്ടുണ്ടോ? വചനത്തെക്കുറിച്ച് നാം എപ്പോഴെങ്കിലും സാക്ഷ്യം കൊടുക്കുവാൻ ഭയപ്പെട്ടിട്ടുണ്ടോ? എങ്കിൽ കർത്താവ് പറയുന്നു, നിങ്ങളെക്കുറിച്ച് ഞാനും ലജ്ജിക്കുന്നു. കർത്താവ് നമ്മെക്കുറിച്ച് ലജ്ജിക്കാൻ ഇടവരാതിരിക്കട്ടെ. സുവിശേഷത്തിന് നാം സാക്ഷ്യം കൊടുക്കണം. സുവിശേഷത്തിന് സാക്ഷ്യം കൊടുക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം. സുവിശേഷം പ്രസംഗിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും എന്ന് നാം കണ്ടു കഴിഞ്ഞു. ഇനി സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്ന 3 വചനങ്ങൾ നാം കണ്ടു. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്കാർക്ക് 1-ാം ലേഖനം 9-ാം അധ്യായം 16-ാമത്തെ വചനം, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-33 വചനങ്ങൾ, ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 16-ാമത്തെ വചനം. ഈ വചനങ്ങളെല്ലാം നമ്മോട് എന്താണ് പറയുന്നത്? സുവിശേഷം പ്രസംഗിക്കുക എന്നത് എൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നുവെങ്കിൽ എനിക്ക് അതിൽ അഭിമാനിക്കാൻ വകയില്ല. എന്നാൽ പ്രസംഗിക്കുന്നില്ല എങ്കിലോ എനിക്ക് ദുരിതം. ഞാൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞാൽ കർത്താവ് എന്നെ തള്ളിപ്പറയും. ഞാൻ കർത്താവിനെ ഏറ്റുപറഞ്ഞാൽ കർത്താവിനെ ഏറ്റുപറയും. കർത്താവിനെ കുറിച്ചോ അവൻ്റെ വചനത്തെക്കുറിച്ചോ ഞാൻ ലജ്ജിച്ചാൽ അവനും എന്നെക്കുറിച്ച് ലജ്ജിക്കും. അതുകൊണ്ട് നാം സുവിശേഷം പ്രസംഗിക്കണം. യേശുവിന് സാക്ഷ്യം കൊടുക്കണം. യേശുവിന് സാക്ഷ്യം കൊടുക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും. ഇനി ഈ സുവിശേഷ പ്രസംഗത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഇടയിൽ ഉള്ള ചില തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ ചില തെറ്റായ വിശ്വാസങ്ങൾ, അവയെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം? ഇന്ന് ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലും സുവിശേഷ പ്രവർത്തനത്തിന് എതിരായി പല തടസ്സങ്ങളും നിലനിൽക്കുന്നുണ്ട്. പീഡനങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, നിയമങ്ങളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്, എതിർക്കുന്നവരുണ്ട്. ഈ സാഹചര്യത്തിൽ നമ്മുടെ സമീപനം എന്തായിരിക്കണം? പലരും കരുതി വച്ചിരിക്കുന്നത് പ്രതിബന്ധങ്ങൾ ഉള്ളതുകൊണ്ട്, തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് നാം സുവിശേഷം പ്രസംഗിക്കേണ്ട കാര്യമില്ല എന്നാണ്. വാസ്തവത്തിൽ പ്രതിബന്ധങ്ങൾ ഉള്ളതുകൊണ്ട് സുവിശേഷ പ്രസംഗം നിർത്താൻ നമുക്ക് സാധിക്കുമോ? പ്രതിബന്ധങ്ങളില്ലാത്ത ഒരു നല്ല നാളേക്ക് വേണ്ടി കാത്തിരിക്കുവാൻ നമുക്ക് സാധിക്കുമോ? പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ
സുവിശേഷത്തിന്റെ ചരിത്രത്തിൽ പ്രതിബന്ധങ്ങളില്ലാത്ത ഒരിടത്തും ഒരു കാലഘട്ടത്തിലും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടില്ല. സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടുള്ളത് പ്രതിബന്ധങ്ങൾക്കിടയിലാണ്, തടസ്സങ്ങൾക്കിടയിലാണ്, പീഡനങ്ങൾക്കിടയിലാണ്. പീഡനങ്ങളുടെ ഇടയിൽ, പ്രതിസന്ധികളുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിക്കാൻ നാം പഠിക്കുമ്പോഴാണ് നാം യഥാർത്ഥ സുവിശേഷ പ്രവർത്തകരായി മാറുന്നത്. പ്രതിബന്ധങ്ങളില്ലാത്ത ഒരു നല്ല നാളേക്ക് വേണ്ടി നാം കാത്തിരുന്നാൽ തമ്പുരാൻ നൽകിയ സമയം പാഴാക്കുന്നവരായി നമ്മൾ കണക്കാക്കപ്പെടും. ഈ തടസ്സങ്ങൾക്കിടയിൽ, ഈ പ്രതിസന്ധികൾക്കിടയിൽ, ഈ ബുദ്ധിമുട്ടുകൾക്കിടയിൽ തന്നെ നാം സുവിശേഷം പ്രസംഗിക്കണം. കാരണം സുവിശേഷ പ്രസംഗത്തിൻ്റെ അവിഭാജ്യമായൊരു ഘടകമാണ് ഈ തടസ്സങ്ങളും ഈ പ്രതിബന്ധങ്ങളും ഈ വെല്ലുവിളികളും. വെല്ലുവിളികൾ നിറഞ്ഞ സുവിശേഷ പ്രവർത്തനമാണ് നാം ഇന്ന് നടത്തേണ്ടത്. ഭയന്ന് ഒളിച്ചിരിക്കുവാനല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്, മറിച്ച് ധൈര്യപൂർവം അവന് സാക്ഷ്യം കൊടുക്കുവാനാണ്. അതുകൊണ്ട് മാളങ്ങളിൽ ഒളിച്ചിരിക്കാതെ പുറത്തു കിടന്ന് ക്രൈസ്തവ തനിമയെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുകയും അറിഞ്ഞിട്ടുള്ള സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുകയും ചെയ്യേണ്ടത് ഇന്നത്തെ ആവശ്യമാണ്. രണ്ടാമതായി, ഭാരതത്തിൽ സുവിശേഷം പ്രസംഗിക്കാൻ നമുക്ക് അവകാശമുണ്ടോ? ഞാൻ പറഞ്ഞു, ലോക ജനസംഖ്യയുടെ 1/6 വസിക്കുന്ന ഭാരതത്തിൽ വെറും 2.5% മാത്രമാണ് സുവിശേഷം കേട്ടിട്ടുള്ളത്, യേശുവിനെ അറിഞ്ഞിട്ടുള്ളത്. യേശുവിനെ അറിയാത്ത 97% സുവിശേഷം പറയുവാൻ നമുക്ക് അവകാശമുണ്ടോ? കടമയുണ്ട് എന്ന് നാം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അവകാശമുണ്ടോ? അവകാശമുണ്ട്. ഇത് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. ഇത് നമ്മുടെ മൗലിക അവകാശമാണ്. ഭാരതത്തിൻ്റെ പരിശുദ്ധമായ സംസ്കാരമനുസരിച്ച്, ഭാരതത്തിൻ്റെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നതനുസരിച്ച് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും ആ വിശ്വാസം പ്രഖ്യാപിക്കുവാനും ആ വിശ്വാസം പ്രചരിപ്പിക്കുവാനും നമുക്ക് അവകാശമുണ്ട്. ഇത് നമ്മുടെ മൗലിക അവകാശമാണ്. ഏത് പാർട്ടിക്കാര് ഇല്ല എന്ന് പറഞ്ഞാലും, ഏത് ശത്രുക്കൾ നമ്മെ തടഞ്ഞു വെച്ചാലും, ആര് ചോദ്യം ചെയ്താലും ചോദ്യം ചെയ്യപ്പെടാൻ സാധിക്കാത്ത മൗലികമായ അവകാശമാണെന്നത്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും ആ വിശ്വാസം പ്രഖ്യാപിക്കുവാനും ആ വിശ്വാസം പ്രചരിപ്പിക്കുവാനും ഭാരതത്തിലെ എല്ലാ മക്കൾക്കും അവകാശമുണ്ട്. എനിക്കും അവകാശമുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന സുവിശേഷം മറ്റുള്ളവരോട് പറയുവാൻ എനിക്ക് മൗലികമായ അവകാശമുണ്ട്. ആർക്കും ചോദ്യം ചെയ്യാൻ സാധിക്കാത്ത എൻ്റെ അവകാശം. അതുകൊണ്ട് ആരോ പേടിപ്പിച്ചു എന്ന് കരുതി, ആരോ ഭീഷണിപ്പെടുത്തി എന്ന് കരുതി ബൈബിളും അടച്ചു വെച്ച് സ്വന്തം കുടുംബങ്ങളിൽ ഒതുങ്ങിക്കൂടാനുള്ളവരല്ല ക്രിസ്ത്യാനികൾ. ക്രിസ്ത്യാനികൾ ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കേണ്ടവരാണ്. പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും, ഭീഷണികൾ ഉണ്ടായാലും, വെല്ലുവിളികൾ ഉണ്ടായാലും ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം. അതിന് നമുക്ക് അവകാശവുമുണ്ട്. മൂന്നാമതായി, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നത്, ഞാൻ യേശുവിനെ കുറിച്ച് പറയുന്നത് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കലാണോ? മറ്റുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തലാണോ? മറ്റുള്ളവരെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കലാണോ? ഒരിക്കലുമല്ല. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നത് ഒരു സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ്. ഞാൻ അറിഞ്ഞിട്ടുള്ള, ഞാൻ അനുഭവിച്ചിട്ടുള്ള ദൈവസ്നേഹം ഞാൻ പങ്കുവയ്ക്കുന്നു. ഞാൻ കണ്ടുമുട്ടിയ യേശുവിനെ കുറിച്ച് ഞാൻ മറ്റുള്ളവരോട് പറയുന്നു. ഇതൊരിക്കലും ഒരു മനുഷ്യൻ്റെയും വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതല്ല. ഇത് ഒരിക്കലും ഒരു മനുഷ്യൻ്റെയും അവകാശങ്ങളെ ഹനിക്കുന്നതല്ല. ഇത് ആരെയും ബുദ്ധിമുട്ടിക്കുന്നതല്ല. ഞാൻ അനുഭവിച്ച, എൻ്റെ ഉള്ളിൽ ഞാൻ തിരിച്ചറിഞ്ഞ ഒരു വലിയ സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവരോട് ഞാൻ പങ്കുവയ്ക്കുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വചനം, ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കരങ്ങൾ കൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. ഇതായിരിക്കണം സുവിശേഷ പ്രവർത്തകന്റെ അടിസ്ഥാനമായ മനോഭാവം. ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടത്, ഞാൻ എൻ്റെ കാതുകൾ കൊണ്ട് കേട്ടത്, ഞാൻ എൻ്റെ കരങ്ങൾ കൊണ്ട് സ്പർശിച്ചത്, ഞാൻ അനുഭവിച്ച ജീവന്റെ സുവിശേഷം, ഞാൻ കണ്ടുമുട്ടിയ യേശുവിനെ ഞാൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു. ഇത് അവരെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഞാൻ അനുഭവിച്ച ഈ വലിയ സ്നേഹം അവരും അനുഭവിക്കണം. ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ടുമുട്ടിയ യേശുവിനെ അവരും അറിയണമെന്ന ആഗ്രഹം ഒരു തരത്തിലും
മറ്റുള്ളവരെ ഉപദ്രവിക്കലല്ല, മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യലല്ല, മറ്റുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തലല്ല. അവരോട് നാം പറയുന്നു, അവർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഞാൻ അനുഭവിച്ചത് അവരുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നു. ഇത് മറ്റു പല കാര്യങ്ങളിലും നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം ചെയ്യാറുള്ളതാണ്. നല്ല ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമ നല്ലതാണ്, ഇത് കാണുന്നത് നല്ലതാണെന്ന് മറ്റുള്ളവരോട് പറയാത്ത എത്ര പേർ നമ്മുടെ ഇടയിലുണ്ട്. നല്ല ഒരു ഭക്ഷണം കഴിച്ചാൽ ഈ ഭക്ഷണം നല്ലതാണ്, ഇത് ആരോഗ്യത്തിന് നല്ലതാണ് എന്നൊക്കെ മറ്റുള്ളവരോട് പറയാത്തവരായി എത്ര പേർ നമ്മുടെ ഇടയിലുണ്ട്. ഏതെങ്കിലും ഒരു രോഗത്തിന് ഒരു ഒറ്റമൂലി നല്ലതാണ്, അല്ലെങ്കിൽ ഒരു പച്ചമരുന്ന് നല്ലതാണെന്ന് അറിഞ്ഞാൽ അത് എത്രയോ പേരോട് നമ്മൾ പറയാറുണ്ട്. നമ്മൾ കണ്ട സിനിമയെക്കുറിച്ച് നാം പറയും, നമ്മൾ കഴിച്ച ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ പറയും, നമ്മൾ മനസ്സിലാക്കിയ പച്ചമരുന്നിനെ കുറിച്ച് നമ്മൾ പറയും. പക്ഷേ നമ്മുടെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ നാം അനുഭവിച്ചറിഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ എന്തുകൊണ്ട് പറയുന്നില്ല? അത് പറയുന്നത് എങ്ങനെയാണ് തെറ്റാകുന്നത്? ഞാൻ അനുഭവിച്ച ദൈവത്തിൻ്റെ സ്നേഹം, എൻ്റെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ ഞാൻ തൊട്ടറിഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം, ഈ സ്നേഹം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നത് എങ്ങനെയാണ് തെറ്റാകുന്നത്? അങ്ങനെ ഇത് തെറ്റാണെന്ന് ആദ്യകാലങ്ങളിൽ അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും പ്രേക്ഷിതരും കരുതിയിരുന്നെങ്കിൽ നമ്മൾ ഈ വലിയ സ്നേഹം അനുഭവിക്കുമായിരുന്നു. ഈ സ്നേഹം നമുക്ക് പകർന്നു തരുവാൻ അവർ ജീവൻ ബലിയർപ്പിച്ചതുകൊണ്ട്, ത്യാഗങ്ങൾ സഹിച്ചതുകൊണ്ടല്ലേ ഈ സ്നേഹം നമ്മൾ അനുഭവിച്ചത്. ഈ രക്ഷയുടെ സന്ദേശം നാം കേട്ടത്, അവർക്ക് ലഭിച്ച രക്ഷയുടെ സന്ദേശം അവരുടേത് മാത്രമാക്കി ഒതുക്കി വെക്കാതെ ജീവൻ പണയപ്പെടുത്തി ആ രക്ഷയുടെ സന്ദേശം പങ്കുവെച്ചത് കൊണ്ടാണ് നമുക്ക് ലഭിച്ചത്. ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ രക്ഷയുടെ സന്ദേശം അല്പം ത്യാഗം സഹിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്താൽ മാത്രമാണ് അവർ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക. സുവിശേഷ പ്രസംഗം എന്നും ഇങ്ങനെയായിരുന്നു. യേശുവിനെ അറിഞ്ഞവർ, യേശുവിനെ കണ്ടുമുട്ടിയവർ മറ്റുള്ളവരെ അക്കാര്യം അറിയിച്ചു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 43 മുതൽ 51 വരെയുള്ള വചനങ്ങളിൽ ഫിലിപ്പോസ് യേശുവിനെ കണ്ടുമുട്ടുന്നു. യേശു ഫിലിപ്പോസിനോട് പറയുന്നു, ഫിലിപ്പോസേ, നീ എന്നെ അനുഗമിക്കുക. യേശു ഫിലിപ്പോസിനെ അനുഗമിക്കാൻ തീരുമാനിച്ചു. പിന്നെ സ്വന്തം ഗ്രാമത്തിലേക്ക് തിരിച്ചു പോയപ്പോൾ ഫിലിപ്പോസ് നത്താനയേലിനെ കണ്ടു. നത്താനയേലിനോട് ഫിലിപ്പോസ് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരുടെ ഗ്രന്ഥത്തിലും ആരെക്കുറിച്ചാണോ എഴുതപ്പെട്ടിരിക്കുന്നത് അവനെ, നസ്രത്തിൽ നിന്നുള്ള ജോസഫിന്റെ മകൻ യേശുവിനെ ഞാൻ കണ്ടു. നത്താനയേൽ രക്ഷകന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. മോശയുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നവന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പ്രവാചകന്മാരുടെ നിയമ പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നവനെ കുറിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. അവനെ കണ്ടുമുട്ടി എന്ന് അറിഞ്ഞ ഫിലിപ്പോസ് ഉടനെ നത്താനയേലിനോട് പറയുകയാണ്, ഞാൻ അവനെ കണ്ടു. ഉടനെ നത്താനയേൽ ചോദിക്കുന്നു, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ? ഫിലിപ്പോസ് നത്താനയേലിനും കൂട്ടി യേശുവിൻ്റെ അടുത്തേക്ക് പോകുന്നു. നീ വരിക, നീ കാണുക, ഞാൻ കണ്ടു, ഞാൻ അനുഭവിച്ചു, നീയും കാണുക, നീയും വരിക. അങ്ങനെ യേശുവിനെ കണ്ടുമുട്ടിയവൻ, യേശുവിനെ തിരിച്ചറിഞ്ഞവൻ, അവനാണ് രക്ഷകനെന്ന് മനസ്സിലാക്കിയവൻ, അവനെക്കുറിച്ചാണ് മോശ സംസാരിച്ചതെന്ന് മനസ്സിലാക്കിയവൻ, അവനെക്കുറിച്ചാണ് പ്രവാചകന്മാർ പ്രവചിച്ചത് എന്ന് തിരിച്ചറിഞ്ഞ ഫിലിപ്പോസ് നത്താനയേലിനെ കൂട്ടിക്കൊണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഇതാണ് സുവിശേഷ പ്രസംഗം. യേശുവാണ് രക്ഷകനെന്ന് അറിഞ്ഞവർ, യേശുവാണ് ഈ ലോകത്തെ രക്ഷിക്കുവാൻ വന്നത് എന്ന് മനസ്സിലാക്കിയവർ ആ യേശുവിൻ്റെ അടുത്തേക്ക് മറ്റുള്ളവരെ സ്നേഹപൂർവ്വം കൂട്ടിക്കൊണ്ടുവരുന്നു. ഇവിടെ ആരെയും ഉപദ്രവിക്കുന്നില്ല, ഇവിടെ ആരെയും തടസ്സപ്പെടുത്തുന്നില്ല, ഇവരുടെ ആരുടെയും വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നുമില്ല. യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ സമരിയാക്കാരി സ്ത്രീ യേശുവിനെ കണ്ടുമുട്ടുന്നു. ആദ്യം കണ്ടപ്പോൾ അപരിചിതനാണെന്ന് തോന്നി. കൂടുതൽ സംസാരിച്ചപ്പോൾ അവൻ പ്രവാചകനാണെന്ന് തോന്നി. പിന്നെ അവൻ മിശിഹ ആണെന്ന് തോന്നി. പിന്നീട് അവൾക്ക് മനസ്സിലായി അവനാണ് രക്ഷകൻ. എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അവൾ ചെയ്ത എല്ലാ കാര്യങ്ങളും യേശു അവളോട് പറഞ്ഞു. ഉടനെ അവൾ ഗ്രാമത്തിലേക്ക് ഓടുകയാണ്. ഓടിച്ചെന്ന് അവൾ എന്താണ് അവരോട് പറഞ്ഞത്? ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞവനെ ഞാൻ കണ്ടു.
ഇതാണ് അവളുടെ സാക്ഷ്യം, ഇതാണ് അവളുടെ ബോധ്യം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 28-ാമത്തെ വചനം. ആ സ്ത്രീ ആകട്ടെ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി ആളുകളോട് പറഞ്ഞു, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ. ഇവൻ രക്ഷകനാണ്, അല്ല എങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ഇവന് എങ്ങനെ അറിയാം? ആർക്കും അറിയാത്ത, ഈ സമൂഹത്തിന് പോലും അറിയാത്ത ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഇവൻ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളും വന്ന് കാണുവിൻ. ഇങ്ങനെ ഒരുവനെ ഞാൻ കണ്ടു. സന്തോഷപൂർവം ആളുകളുടെ അടുത്തേക്ക് പോയി അവൾ പറയുകയാണ്, നിങ്ങളും വന്ന് കാണുവിൻ. ഞാൻ ചെയ്തതെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. ഇത് സമരിയാക്കാരി സ്ത്രീയുടെ ബോധ്യമാണ്, ഇത് അവളുടെ സാക്ഷ്യമാണ്. പൗലോസ്ലീഹ യേശുവിനെ കണ്ടുമുട്ടിയതിനു ശേഷം അവനും താൻ കണ്ടുമുട്ടിയ യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ ആരംഭിച്ചു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ തൻ്റെ മാനസാന്തരത്തിൻ്റെ കഥ വിവരിക്കുന്നുണ്ട്. പൗലോസ്ലീഹയുടെ മാനസാന്തര കഥ വിവരിക്കപ്പെട്ടിരിക്കുന്നു. ആ അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനത്തിൽ മാനസാന്തര കഥ വിവരിച്ചതിന് ശേഷം നാം ഇപ്രകാരമാണ് വായിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 20-ാമത്തെ വചനം. അധികം താമസിയാതെ യേശു ദൈവപുത്രനാണെന്ന് അവൻ സിനഗോഗുകളിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. അധികം താമസിയാതെ യേശു ദൈവപുത്രനാണെന്ന് അവൻ സിനഗോഗുകളിൽ പ്രസംഗിക്കാൻ തുടങ്ങി. സിനഗോഗുകൾ തോറും ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചവൻ, യേശുവിനെ കുറിച്ച് സംസാരിക്കുന്നവരെ തകർത്ത് കളയാൻ പരിശ്രമിച്ചവൻ, അവൻ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവൻ്റെ മട്ടും ഭാവം മാറി. യേശുവാണ് രക്ഷകനെന്നും യേശു ദൈവപുത്രനാണെന്നും വിശ്വസിച്ച് അവൻ സിനഗോഗുകൾ തോറും പ്രസംഗിക്കാൻ തുടങ്ങി. ഞാൻ യേശുവിനെ കണ്ടുമുട്ടി. അതിനുശേഷം പൗലോസ്ലീഹ തന്നെ സ്വന്തം വാക്കുകളിൽ തൻ്റെ മാനസാന്തര കഥ വിവരിക്കുന്നുണ്ട്. ഞാൻ യേശുവിനെ കണ്ടു, അവനാണ് രക്ഷകൻ, ഈ ലോകത്തെ രക്ഷിക്കുവാൻ വന്നവനാണ് ഈശോ എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പൗലോസ്ലീഹ സാക്ഷ്യം കൊടുക്കുന്നു. അപ്പോൾ ഫിലിപ്പോസ് യേശുവിനെ കാണുന്നു, യേശുവിനെ മനസ്സിലാക്കുന്നു. ഉടനെ നഥാനയേലിനെ കൂട്ടിക്കൊണ്ടുവരുന്നു. സമരിയാക്കാരി സ്ത്രീ യേശുവിനെ കാണുന്നു, അവനെ മനസ്സിലാക്കുന്നു, ജനക്കൂട്ടങ്ങളെ അവൻ്റെ പക്കലേക്ക് പറഞ്ഞയക്കുന്നു. പൗലോസ്ലീഹ യേശുവിനെ കണ്ടുമുട്ടുന്നു, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നു. സിനഗോഗുകൾ തോറും നടന്ന് അവൻ യേശു രക്ഷകനാണെന്ന് പ്രസംഗിക്കുന്നു. ഇതാണ് സാക്ഷ്യം, ഇതാണ് സുവിശേഷ പ്രവർത്തനം. നമ്മൾ യേശുവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ യേശുവിനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവൻ രക്ഷകനാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഈ രക്ഷ, ഈ സ്നേഹം, ഈ കരുണ, ഈ അനുകമ്പ മറ്റുള്ളവരും തിരിച്ചറിയണമെന്ന് നാം ആഗ്രഹിക്കണം. തമ്പുരാൻ ഈ ലോകത്തിലേക്ക് വന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ ജനത്തിനും വേണ്ടിയാണ്. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നതാണ് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ അഭിലാഷം, ദൈവത്തിൻ്റെ ആഗ്രഹം. ഏതാനും ചിലർ രക്ഷ പ്രാപിക്കണമെന്നല്ല, ഈ ലോകത്തിലുള്ള എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നാണ്. യേശു വന്നത് ഒരു കൂട്ടം ജനത്തിന് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയാണ്. അത് ആദ്യം അറിയുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു, അത് ആദ്യം മനസ്സിലാക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. ഇനി നമ്മളാണ് അറിയാത്തവരോട് പങ്കുവെക്കേണ്ടത്, അറിയാത്തവരെ അറിയിക്കേണ്ടതും, നമ്മൾ അനുഭവിച്ച ഈശോയുടെ സ്നേഹം മറ്റുള്ളവരോട് പങ്കുവെക്കേണ്ടതും നമ്മുടെ കടമയാണ്. ഫിലിപ്പോസ് ചെയ്തതുപോലെ, സമരിയാക്കാരി സ്ത്രീ ചെയ്തതുപോലെ, പൗലോസ്ലീഹ ചെയ്തതുപോലെ യേശുവിനെ കുറിച്ച് കേൾക്കാത്തവരുടെ അടുത്തേക്ക് പോയി നാം പ്രസംഗിക്കണം. അങ്ങനെ പ്രസംഗിക്കുമ്പോഴാണ് അവർ കേൾക്കുന്നത്. നാം പ്രസംഗിക്കുന്നില്ല എങ്കിൽ അവർ കേൾക്കില്ല. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വചനങ്ങളിൽ ഇപ്രകാരം പറയുന്നു, ആരും പ്രസംഗിക്കാനില്ല എങ്കിൽ അവർ എങ്ങനെ കേൾക്കും? കേൾക്കുന്നില്ല എങ്കിൽ അവർ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കുന്നില്ല എങ്കിൽ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? വിശ്വാസം കേൾവിയിൽ നിന്നും,
കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ആരും പ്രസംഗിക്കാനില്ല എങ്കിൽ അവർ കേൾക്കില്ല. കേൾക്കുന്നില്ല എങ്കിൽ അവർക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അവർക്ക് വിളിച്ചപേക്ഷിക്കാൻ സാധിക്കില്ല. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഭാരതത്തിൽ മാത്രം കോടിക്കണക്കിന് ജനങ്ങൾ ഇനിയും സുവിശേഷം കേട്ടിട്ടില്ല എങ്കിൽ എന്തുകൊണ്ടാണ് അവർ കേൾക്കാത്തത്? പ്രസംഗിക്കാത്തത് കൊണ്ട്. നമ്മൾ പ്രസംഗിക്കാത്തത് കൊണ്ടാണ് അവർ കേൾക്കാത്തത്. സുവിശേഷം കേട്ടിട്ടുള്ള, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടുള്ള ഈ 2.5% ഈ സുവിശേഷം അവർക്ക് വേണ്ടി മാത്രം കാത്തു സൂക്ഷിച്ചത് കൊണ്ട്, ഈ സുവിശേഷം പങ്കുവയ്ക്കാത്തത് കൊണ്ട്, ഈ സുവിശേഷത്തിന് വേണ്ടി ത്യാഗങ്ങൾ അനുഭവിക്കാതിരുന്നത് കൊണ്ട്, ഈ സുവിശേഷത്തിന് വേണ്ടി ജീവിതം ബലിയർപ്പിക്കാത്തത് കൊണ്ട് ബാക്കിയുള്ള 97% അറിഞ്ഞില്ല. സുവിശേഷം പ്രസംഗിക്കാത്തത് കൊണ്ടാണ് അവർ കേൾക്കാതെ പോയത്. കേട്ടിട്ട് വിശ്വസിക്കാത്തവരല്ല എന്ന സത്യം നാം മറക്കരുത്. ഇന്ന് യേശുവിൽ വിശ്വസിക്കാത്തവർ, ഇന്ന് സുവിശേഷത്തിൽ വിശ്വസിക്കാത്തവർ കേട്ടിട്ട് വിശ്വസിക്കാത്തവരല്ല, അറിഞ്ഞിട്ട് വിശ്വസിക്കാത്തവരല്ല, മറിച്ച് അറിയാത്തത് കൊണ്ട് വിശ്വസിക്കാത്തവരും കേൾക്കാത്തത് കൊണ്ട് വിശ്വസിക്കാത്തവരുമാണ്. അതാണ് നമ്മുടെ ഉത്തരവാദിത്വത്തെ വർദ്ധിപ്പിക്കുന്നത്. ആരും പ്രസംഗിക്കാനില്ല എങ്കിൽ അവർ എങ്ങനെ കേൾക്കും? കേൾക്കുന്നില്ല എങ്കിൽ അവർ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കുന്നില്ല എങ്കിൽ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്ന് നമ്മൾ ക്രിസ്തുവിനെ പ്രസംഗിക്കണം. ക്രിസ്തുവിനെ കുറിച്ച് നാം പ്രസംഗിക്കുമ്പോഴാണ് കേൾവി ഉണ്ടാകുന്നത്. ഈ കേൾവിയിൽ നിന്നാണ് വിശ്വാസം വരുന്നത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇതാണ് സുവിശേഷ പ്രവർത്തനത്തിൻ്റെ വളരെ വലിയ ഒരു സത്യം. കേൾക്കാത്തത് കൊണ്ട് വിശ്വസിക്കാത്തവർ, കേട്ടിട്ട് വിശ്വസിക്കാത്തവരല്ല, കേൾക്കാത്തത് കൊണ്ട് വിശ്വസിക്കാത്തവർ. നമ്മുടെ ചുറ്റും കേൾക്കാത്തത് കൊണ്ട് വിശ്വസിക്കാത്തവർ ഉണ്ട് എങ്കിൽ അവരെ കേൾപ്പിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കേട്ടത് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ അവരുടെ ഇഷ്ടം, അവരുടെ സ്വാതന്ത്ര്യം. അതിനെ നാം ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല, അതിനെ നാം എതിർക്കേണ്ട കാര്യമില്ല. പക്ഷേ കേൾപ്പിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ അറിഞ്ഞ സത്യം മറ്റുള്ളവരെ അറിയിക്കുക. ഞാൻ കണ്ടുമുട്ടിയ യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. ഞാൻ അനുഭവിച്ച യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുക. പ്രിയപ്പെട്ടവരെ, ദൈവം സ്നേഹമാണെന്ന് പറയുന്നത് തെറ്റാണോ? ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഭൂമിയുടെയും ആകാശത്തിൻ്റെയും മധ്യത്തിൽ ഒരു മരക്കുരിശിൽ 3 ആണികളിൽ തൂങ്ങിക്കിടന്ന് അർദ്ധനഗ്നനായി ഈശോ മരിച്ചു എന്ന് അവനോട് പറയുന്നത് തെറ്റാണോ? ഈശോ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നിനക്ക് വേണ്ടി ബലിയർപ്പിച്ചു എന്ന് പറയുന്നത് തെറ്റാണോ? ഇങ്ങനെ പറയുവാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു വശത്ത് എത്രയോ ഭീകരമായ വിദ്വേഷ പ്രസംഗങ്ങളും കാര്യങ്ങളും മറ്റുള്ളവർ പ്രചരിപ്പിക്കുന്നു. അങ്ങനെ ഈ ലോകത്ത് വിദ്വേഷം പരത്തുവാൻ പരിശ്രമിക്കുന്നവരുണ്ട്, വെറുപ്പ് പരത്തുവാൻ പരിശ്രമിക്കുന്നവരുണ്ട്. അവരുടെ ഇടയിൽ സ്നേഹം പരത്തുന്നത്, ക്ഷമയെക്കുറിച്ച് സംസാരിക്കുന്നത്, ശത്രു സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ആവശ്യമാണ്. ഈ ലോകത്തോട് നമ്മൾ ചെയ്യേണ്ട വലിയൊരു കടമയാണിത്. ഈശോ നമുക്ക് തന്നിരിക്കുന്ന സ്നേഹത്തിൻ്റെ കൽപ്പന, രക്ഷയുടെ സന്ദേശം, ശത്രു സ്നേഹത്തിൻ്റെ കൽപ്പന ജനത്തെ അറിയിക്കുക. ഇങ്ങനെ അറിയിക്കുവാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി ഈ സുവിശേഷം പ്രസംഗിക്കുന്ന ആ അവസ്ഥയിലേക്ക് നമ്മൾ എങ്ങനെയാണ് വളരുക? വർഷങ്ങളായി സുവിശേഷം കേൾക്കുന്നവരാണ് നമ്മൾ, വർഷങ്ങളായി സുവിശേഷം പഠിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ അത് സുവിശേഷ പ്രവർത്തനത്തിലേക്ക് വളരുന്നില്ല, വചനജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല. പലരും പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ വചനജീവിതം ആരംഭിച്ചിട്ട് 25 വർഷമായി, ഞാൻ നവീകരണത്തിലേക്ക് കടന്നു വന്നിട്ട് 30 വർഷമായി. ഇവർ ഉദ്ദേശിക്കുന്ന നവീകരണം എന്താണ്? ഇവർ ഉദ്ദേശിക്കുന്ന വചനജീവിതം എന്താണ്? വചനം വായിക്കുക, വചനം ഓർക്കുക, സാധിക്കുമ്പോഴൊക്കെ ഈ വചനം പറയുക. ബൈബിൾ വായിക്കുന്നു, ബൈബിൾ വചനങ്ങൾ മനഃപ്പാടമാക്കുന്നു, സാധിക്കുമ്പോഴൊക്കെ അത് പറയുന്നു. ഇതിനെയാണ് പലരും വചനജീവിതം എന്ന് പറയുന്നത്. നവീകരണം എന്ന് പറയുന്നത് പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ പങ്കെടുക്കുകയും സ്വന്തം കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുമാണ്. അതിന് നവീകരണം എന്ന് പറയുന്നു.
ഇത് നവീകരണമല്ല എന്ന് ഞാൻ പറയുന്നില്ല, വചനജീവിതമല്ല എന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാനൊന്ന് പറയും, ഇത് വചനജീവിതത്തിൻ്റെ പൂർണ്ണത അല്ല. വചനജീവിതം പൂർണ്ണതയിലെത്തുന്നത് വചനം പ്രസംഗിക്കുന്ന അവസ്ഥയിലേക്ക് നാം വളരുമ്പോഴാണ്. വചനജീവിതത്തിന് 3 പടികളുണ്ട്, അല്ലെങ്കിൽ 3 ഭാഗങ്ങളുണ്ട്. വചനജീവിതം പൂർണ്ണമാകുന്നത് ഈ 3 ഭാഗങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ്. വചനജീവിതത്തിൻ്റെ 3 പടികൾ: വചനം പഠിക്കുക, വചനം പാലിക്കുക, വചനം പ്രഘോഷിക്കുക. പഠിക്കുക, പാലിക്കുക, പ്രഘോഷിക്കുക. ഈ അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ഞാൻ വചനജീവിതമാണ് നയിക്കുന്നത് എന്ന് പറയുവാൻ എനിക്ക് സാധിക്കുക. വർഷങ്ങളായ വചനം വായിച്ചിട്ടും ഒരു മനുഷ്യനോട് പോലും വചനം പങ്കുവച്ചിട്ടില്ല എങ്കിൽ ഞാൻ വചനജീവിതമാണ് നയിക്കുന്നത് എന്ന് പറയുവാൻ എനിക്ക് അവകാശമില്ല. ആ അവകാശവാദം പൊള്ളയായ അവകാശവാദമാണ്. ഞാൻ വചനജീവിതമാണ് നയിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവനും പറയുന്നവനും വചനം പഠിച്ചാൽ മാത്രം പോരാ, പാലിക്കുകയും അത് പ്രഘോഷിക്കുകയും വേണം. പ്രഘോഷിക്കുന്ന അവസ്ഥയിലെത്തുമ്പോഴാണ് വചനജീവിതം പൂർണ്ണ അവസ്ഥയിലെത്തുന്നത്. അതുകൊണ്ട് നാം ഇന്ന് കേട്ട എല്ലാ വചനങ്ങളും നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ച് സുവിശേഷം പ്രസംഗിക്കാനായി നാം ഒരുങ്ങുമ്പോൾ നാം നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കണം. സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ വചനജീവിതത്തിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. വചനം പഠിക്കുക, വചനം പാലിക്കുക, വചനം പ്രഘോഷിക്കുക. വചനം പഠിക്കുക എന്ന് പറയുമ്പോൾ നാം എന്താണ് മനസ്സിലാക്കുന്നത്? എന്താണ് വാക്ക്? എന്താണ് വചനം? മാനുഷികമായ ഭാഷയിൽ പറഞ്ഞാൽ വാക്ക് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ശബ്ദമാണ്. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ശക്തിയാണ് വാക്ക്. ഒരു മനുഷ്യൻ പുറപ്പെടുവിക്കുന്ന ഒരു സ്വരം. ഇനി വ്യാകരണപരമായി സംസാരിച്ചാൽ, വ്യാകരണത്തിൻ്റെ ഭാഷയിൽ വാക്ക് എന്ന് പറയുന്നത് അക്ഷരങ്ങളുടെ കൂട്ടമാണ്. കുറേ അക്ഷരങ്ങൾ കൂട്ടിവെച്ചാൽ അത് ഒരു വാക്കാകും. നമ്മൾ വചനം എന്ന് പറയുമ്പോൾ, വാക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? വാക്ക് എന്ന് പറയുമ്പോൾ നാം ഉദ്ദേശിക്കുന്നത് ഒരു ശക്തിയെ കുറിച്ചാണോ? വാക്ക് എന്ന് പറയുമ്പോൾ നാം ഉദ്ദേശിക്കുന്നത് അക്ഷരങ്ങളുടെ കൂട്ടമാണോ? പ്രിയ സഹോദരി സഹോദരന്മാരെ, വചനം ഒരു ശക്തിയല്ല, വചനം ഒരു വ്യക്തിയാണ്. ആ വ്യക്തി യേശുക്രിസ്തുവാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവം തന്നെയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വചനം. വചനം ഒരു ശക്തിയല്ല, വചനം ഒരു വ്യക്തിയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവം തന്നെയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വചനം. ആ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നമ്മുടെ ഇടയിൽ മനുഷ്യനായി അവതരിച്ച വചനമാണ് ഈശോ. മനുഷ്യനായി അവതരിക്കുന്നതിന് മുമ്പ് വചനത്തിന്റെ രൂപത്തിൽ പിതാവിനോടൊപ്പമായിരുന്നവൻ മനുഷ്യന്റെ ശരീരം സ്വീകരിച്ച് നമ്മുടെ ഇടയിൽ നമ്മോടൊപ്പം വസിച്ച വചനം, ആ വചനമാണ് ഈശോ. അതുകൊണ്ട് വചനം ഒരു ശക്തിയല്ല, ഒരു വ്യക്തിയാണ്. വചനത്തോടുള്ള നമ്മുടെ സ്നേഹം യേശുവിനോടുള്ള സ്നേഹമാണ്. അതുകൊണ്ട് വചനം പഠിക്കുക എന്ന് പറയുമ്പോൾ ഈ വിശുദ്ധ ഗ്രന്ഥം വായിക്കുക എന്ന് മാത്രമല്ല നാം മനസ്സിലാക്കേണ്ടത്. ഈശോയോടുള്ള ഒരു അവിഭാജ്യമായ സ്നേഹബന്ധം ഏർപ്പെടുത്തുക, നേടിയെടുക്കുക. അതാണ് വചനം പഠിക്കുമ്പോൾ നാം സാധിക്കേണ്ടത്. യേശുവിനെ നാം സ്നേഹിക്കുന്നു, യേശുവിനെ നാം മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നു, അതിനുവേണ്ടി നാം വചനം വായിക്കുന്നു. അപ്പോൾ വചനം വായിക്കുന്നത് യേശുവിനോടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. യേശുവിനോടുള്ള സ്നേഹമാണ് വചനത്തോടുള്ള എൻ്റെ സ്നേഹം. യേശുവിനോടുള്ള ഭക്തിയാണ് വചനത്തോടുള്ള എൻ്റെ ഭക്തി. കാരണം വചനം യേശുവാണ്. കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക മതപ്രബോധന ഗ്രന്ഥമായ കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ചിന്റെ 112-ാമത്തെ ഖണ്ഡികയിൽ ഇപ്രകാരം പറയുന്നു: വിശുദ്ധ ഗ്രന്ഥം യേശുവിൻ്റെ തിരുഹൃദയമാണ്. വിശുദ്ധ ഗ്രന്ഥം യേശുവിന് തിരുഹൃദയമാണ്. അതുകൊണ്ടാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്, 2-ാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നത്, ഈശോയുടെ വിശുദ്ധ കുർബാനയെയും തിരു ഗ്രന്ഥത്തെയും ഒരേ രീതിയിൽ നാം കാണേണ്ടതാണെന്ന്. വിശുദ്ധ ഗ്രന്ഥത്തെയും വിശുദ്ധ കുർബാനയെയും ഒരേ രീതിയിലാണ് കത്തോലിക്ക സഭ കാണുന്നത്. ഇത് യേശുവിന്റെ തിരുഹൃദയമാണ്. ഇത് ജീവനില്ലാത്ത അക്ഷരങ്ങളുടെ പുസ്തകമല്ല, ഇത് ജീവന്റെ തുടിപ്പുള്ള യേശുവിന്റെ ഹൃദയമാണ്, യേശുവിന്റെ തിരുഹൃദയമാണ് ഈ വിശുദ്ധ ഗ്രന്ഥം. ഈ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്?
യേശുവിൻ്റെ തിരുഹൃദയത്തോട് ചേർന്നിരുന്ന് അവൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ കേൾക്കാൻ പരിശ്രമിക്കുന്നു. അവൻ്റെ ഹൃദയത്തിലുള്ള വികാരങ്ങളും വിചാരങ്ങളും ആലോചനകളും സ്വന്തമാക്കാൻ പരിശ്രമിക്കുന്നു. അവൻ്റെ ഇഷ്ടം മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നു. ഇതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ ഒരു പത്രം വായിക്കുന്ന ലാഘവത്തോടെയോ ഒരു നോവൽ വായിക്കുന്നത് പോലെയോ ഒരു കഥാപുസ്തകം വായിക്കുന്നത് പോലെയോ നാം വായിക്കരുത്. മറിച്ച് ജീവനുള്ള ഒരു മനുഷ്യനോട് സംസാരിക്കുന്നത് പോലെ, ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെയാണ് നാം വിശുദ്ധ ഗ്രന്ഥം വായിക്കേണ്ടത്. യേശുവിൻ്റെ തുടിക്കുന്ന ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ നാം ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണണം. യേശുവിനോടുള്ളൊരു ബന്ധമാണ് ഈ വിശുദ്ധ ഗ്രന്ഥ വായനയിലൂടെ നാം നേടിയെടുക്കേണ്ടത്. ഇതാണ് വചനം പഠിക്കുക. അവിടെ നിന്നും ഇവിടെ നിന്നും ഏതെങ്കിലും വചനങ്ങൾ ഓർത്തെടുത്ത് അത് മനസ്സിൽ സൂക്ഷിക്കുന്നത് മാത്രമല്ല വചനം പഠിക്കൽ. വചനം പഠിക്കുക എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലുതാണ് യേശുവുമായി ഒരു സ്നേഹബന്ധത്തിലേക്ക് വരിക, യേശുവിൻ്റെ തിരുഹൃദയത്തോട് സംഭാഷിക്കുക, അവൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ കേൾക്കുക, അവൻ്റെ ഹൃദയത്തിൻ്റെ ഇംഗിതങ്ങൾ അറിയുക, അവൻ്റെ ചിത്തം മനസ്സിലാക്കുക. ഒരു വലിയ ബന്ധം, വിശുദ്ധ ഗ്രന്ഥവുമായി ഒരു വലിയ ബന്ധം നമ്മൾ കാത്തു സൂക്ഷിക്കണം. അങ്ങനെ വിശുദ്ധ ഗ്രന്ഥം നാം പഠിക്കണം. ഈ വിശുദ്ധ ഗ്രന്ഥം പഠിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വിശുദ്ധ എസെക്കിയേൽ പ്രവാചകന്റെ ഒരു ഉദാഹരണം പരിശോധിക്കാം. എസെക്കിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ. എസെക്കിയേൽ പ്രവാചകനോട് കർത്താവ് പറയുന്നു, മനുഷ്യപുത്ര, നീ ഈ ചുരുൾ ഭക്ഷിക്കുക. എസെക്കിയേൽ പ്രവാചകന് ചുരുൾ കൊടുത്ത്, ദൈവത്തിന്റെ വചനം കൊടുത്ത് ദൈവം പറയുകയാണ്, നീ ഈ ചുരുൾ ഭക്ഷിക്കുക. ഉടനെ എസെക്കിയേൽ പ്രവാചകൻ വാ തുറന്നു, ആ ചുരുൾ ഭക്ഷിച്ചു, ആ വചനം കൊണ്ട് വയറ് നിറച്ചു, ആ വചനത്തിന്റെ സ്വാദ് അനുഭവിച്ചു. വചനത്തെ കുറിച്ച് കേൾക്കുക എന്നല്ല ഇവിടെ പറയുന്നത്, ഭക്ഷിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ വചനം പഠിക്കുക എന്ന് പറയുമ്പോൾ അത് എത്രയോ ആഴമേറിയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വചനം കേൾക്കുക എന്നല്ല പറയുന്നത്, വചനം ഭക്ഷിക്കുക. എസെക്കിയേൽ പ്രവാചകൻ വാ തുറന്നു, കർത്താവ് ചുരുൾ വെച്ചു കൊടുത്തു, ആ ചുരുൾ ഭക്ഷിച്ചു, ആ ചുരുളിലുള്ള വചനം കൊണ്ട് വയറ് നിറച്ചു. ആ വചനം എത്രയോ മധുരമുള്ളതാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. കർത്താവിൻ്റെ വചനം ഒരു ചെവിയിലൂടെ കേട്ട് മറ്റു ചെവിയിലൂടെ വിട്ടുകളയാനുള്ളതല്ല, അത് നാം ഭക്ഷിക്കണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം. ഭക്ഷണം നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്നു എന്ന് നമുക്കറിയാം. ഇന്ന് നാം കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങളായി നാളെ രൂപാന്തരപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ അലിഞ്ഞു ചേർന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നു നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. അതുകൊണ്ടാണ് വചനം പറയുന്നത് വചനം ഭക്ഷിക്കണമെന്ന്. വചനം ഭക്ഷിക്കണം. ആ വചനം നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അണുവിലേക്കും ഇറങ്ങണം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും അത് ഇറങ്ങണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി അത് മാറണം. ഇങ്ങനെയാണ് നാം വചനം പഠിക്കേണ്ടത്. ജെറമ്യായുടെ പുസ്തകം 15-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ ജെറമ്യാ പ്രവാചകനും പറയുന്നു, അങ്ങയുടെ വചനങ്ങൾ കണ്ടപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദാമൃതമായി, അത് എനിക്ക് സന്തോഷത്തിന് കാരണമായി. കർത്താവിൻ്റെ വചനം കണ്ടെത്തിയപ്പോൾ ജെറമ്യാ അവ ഭക്ഷിച്ചു. ആ വചനങ്ങൾ അവന് ആനന്ദാമൃതമായി അനുഭവപ്പെട്ടു. ഇങ്ങനെയാണ് ദൈവവചനം നാം പഠിക്കേണ്ടത്, സ്വന്തമാക്കേണ്ടത്, സ്വീകരിക്കേണ്ടത്. ഇതാണ് വചന ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ സുവിശേഷ പ്രസംഗകനാകാനുള്ള ഒരുക്കത്തിൻ്റെ ആദ്യത്തെ പടി. രണ്ടാമതായി ഈ വചനം പാലിക്കണം. പഠിച്ച വചനം പാലിക്കുമ്പോഴാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വ്യക്തമാകുന്നത്, മറ്റുള്ളവർക്ക് വ്യക്തമാകുന്നത്. നാം വചനം പഠിക്കാറുണ്ട്, വചനം വായിക്കാറുണ്ട്, എന്നാൽ എത്രമാത്രം ഈ വചനം നാം പ്രാവർത്തികമാക്കാറുണ്ട്? വചനം പ്രാവർത്തികമാക്കണമെങ്കിൽ നമ്മൾ വില കൊടുക്കണം. വചനം ജീവിക്കണമെങ്കിൽ നാം വില കൊടുക്കണം. നിന്റെ ശത്രുക്കളെ സ്നേഹിക്കുക, നിന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് വീടിനുള്ളിൽ കലണ്ടറിൽ എഴുതി വയ്ക്കാൻ എളുപ്പമാണ്. വീടിന് പുറത്ത് മതിലിന്മേൽ എഴുതി വയ്ക്കാൻ എളുപ്പമാണ്. പക്ഷേ ആ മതിലിനപ്പുറത്തുള്ള അയൽപ്പക്കക്കാരൻ നിന്നോട് കലഹിക്കുമ്പോൾ അവനോട് ക്ഷമിക്കണമെങ്കിൽ നീ വില കൊടുക്കണം.
വചനം എഴുതി വയ്ക്കുവാൻ എളുപ്പമാണ്, വചനം പഠിക്കാൻ എളുപ്പമാണ്. പക്ഷേ ആ വചനം പ്രാവർത്തികമാക്കണമെങ്കിൽ നമ്മൾ വില കൊടുക്കണം. ചിലപ്പോഴൊക്കെ നമ്മൾ തകർക്കപ്പെടും, ചിലപ്പോഴൊക്കെ നമ്മൾ നുറുങ്ങേണ്ടി വരും, വില കൊടുക്കേണ്ടി വരും. അങ്ങനെ വില കൊടുത്ത് വചനം നമ്മൾ പാലിക്കണം. നമ്മൾ പാലിക്കുന്നില്ല എങ്കിൽ നമ്മൾ ആത്മവഞ്ചകരായിത്തീരും. വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ വചനം നമുക്ക് വായിക്കാം. വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ വചനം. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ. അപ്പോൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്നവർ ആരാണ്? ആത്മവഞ്ചകരാണ്. യാക്കോബ് ശ്ലീഹ പറയുന്നു, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരായിരിക്കരുത്, അത് അനുവർത്തിക്കുവിൻ. വചനം പാലിക്കാത്തവർ കണ്ണാടിയിൽ സ്വന്തം മുഖം കണ്ടിട്ട് അത് മറന്നു കളയുന്നവർക്ക് തുല്യമാണെന്ന് അടുത്ത വചനത്തിൽ യാക്കോബ് ശ്ലീഹ പറയുന്നു. 23-ാമത്തെ വചനം. വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സാദൃശ്യനാണ്. അവൻ തന്നെ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു, താൻ എങ്ങനെയിരിക്കുന്നുവെന്ന് ഉടനെ തന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു. കേട്ടത് മറക്കുന്നവനല്ല, പ്രവർത്തിക്കുന്നവനാണ് പൂർണ്ണമായ നിയമത്തെ, അതായത് സ്വാതന്ത്ര്യത്തിന്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. കേട്ടത് മറക്കുന്നവനല്ല, അത് പാലിക്കുന്നവനാണ്, പ്രവർത്തിക്കുന്നവനാണ് ഉറച്ചു നിൽക്കുക. നാം ഉറച്ചു നിൽക്കണമെങ്കിൽ, ആത്മവഞ്ചകരാകാതിരിക്കണമെങ്കിൽ, വചനം നമ്മുടെ ജീവിതത്തിൽ ഫലമണിയണമെങ്കിൽ നമ്മൾ പഠിച്ച വചനം പാലിക്കണം. യേശു തൻ്റെ ശിഷ്യന്മാരോട് പലപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ വചനം പാലിക്കണം. എൻ്റെ വചനം പാലിക്കുന്നവരാണ് എന്നെ സ്നേഹിക്കുന്നവർ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 15-ാമത്തെ വചനം നമുക്ക് വായിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാമത്തെ വചനം. വചനം പാലിക്കുന്നതിനെ കുറിച്ച് ഈശോ പറഞ്ഞ വചനം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. അപ്പോൾ വചനം നാം പഠിച്ചു, നമുക്കതറിയാം, അത് നമ്മുടെ മനസ്സിലുണ്ട്. ഈശോയോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ ഇത് നാം പാലിക്കണം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ വചനം പാലിക്കും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 21-ാമത്തെ വചനം. ഈശോ പറയുന്നു, എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാമത്തെ വചനം. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ ഈ 3 വചനങ്ങളിലും, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാമത്തെ വചനം, 21-ാമത്തെ വചനം, 23-ാമത്തെ വചനം, ഈശോ എന്താണ് പറയുന്നത്? ഈശോയെ സ്നേഹിക്കുന്നതും വചനം പാലിക്കുന്നതും ഒന്ന് തന്നെയാണ്. ഈശോയെ സ്നേഹിക്കുന്നവർ അവിടുത്തെ വചനം പാലിച്ചിരിക്കും. അവിടുത്തെ വചനം പാലിക്കുന്നവരാണ് ഈശോയെ സ്നേഹിക്കുന്നവർ. അതുകൊണ്ട് ഈശോയോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച വചനം നമ്മൾ പാലിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആത്മവഞ്ചകരായിത്തീരും. കേട്ട വചനം പാലിക്കുന്നവരാണ് നിലനിൽക്കുക. പഠിച്ച വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരാണ് നിലനിൽക്കുക. അതുകൊണ്ട് നമ്മൾ പഠിച്ച വചനം പാലിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. 3-ാമത്തെ പടിയാണ് പ്രഘോഷിക്കുക. പഠിച്ച് പാലിച്ച് അനുഭവിച്ച വചനം പ്രഘോഷിക്കുക. ഈ ലോകത്തോട് മുഴുവനുമായി എൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുക. ഞാൻ പഠിച്ച വചനം, ഞാൻ പാലിച്ച വചനം എനിക്ക് രക്ഷ നൽകി, എനിക്ക് ശക്തി നൽകി എന്ന് ഈ ജനത്തോട് വിളിച്ചു പറയുക. സുവിശേഷം കേട്ടിട്ടില്ലാത്തവരോട് പറയുക. പലപ്പോഴും വചന ജീവിതത്തിലായിരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നവർ, നവീകരണത്തിലാണ് എന്ന് വിശ്വസിക്കുന്നവർ വചനത്തെ സ്വന്തം കുടുംബത്തിലേക്ക് മാത്രമായി ഒതുക്കി നിർത്തുന്നതാണ്. കുടുംബത്തിൻ്റെ നവീകരണം, കുടുംബത്തിൻ്റെ അഭിവൃദ്ധി, കുടുംബത്തിൻ്റെ ശ്രേയസ്, ഇതിൽ കവിഞ്ഞ് വചനത്തിന് അവരുടെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവുമില്ല. എന്തിനാണ് അവർ വചനം പഠിക്കുന്നത്? എന്തിനാണ് അവർ ധ്യാനങ്ങളിൽ പങ്കെടുക്കുന്നത്? എന്തിനാണ് അവർ വചന ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നത്? എൻ്റെ കുടുംബത്തിന് അഭിവൃദ്ധി ലഭിക്കണം, എൻ്റെ കുടുംബത്തിന് ഐശ്വര്യമുണ്ടാകണം. വചനം ഇതിനു വേണ്ടിയാണോ? ഇത് രക്ഷയുടെ സന്ദേശമാണ്, ഇത് സ്നേഹത്തിൻ്റെ സന്ദേശമാണ്. ഇത് ഞാൻ അനുഭവിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടതാണ്. ഞാൻ അനുഭവിച്ച വചനം, ഞാൻ പഠിച്ച വചനം, ഞാൻ പാലിച്ച വചനം ഞാൻ പ്രഘോഷിക്കണം. അങ്ങനെ പ്രഘോഷിക്കുന്ന അവസ്ഥയിലെത്തുമ്പോഴാണ് വചന ജീവിതം
പൂർണ്ണമാകുന്നത്. വചന ജീവിതം പരിപൂർണത പ്രാപിക്കുന്നത് വചനം പ്രഘോഷിക്കുന്ന അവസ്ഥയിൽ ഞാൻ എത്തുമ്പോഴാണ്. ഇത് എല്ലാവർക്കുമുള്ള കടമയാണ്. ഇത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ദുരിതം. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഇന്ന് നാം കേട്ട വചനങ്ങൾ ഒരിക്കൽ കൂടി നമ്മുടെ മനസ്സിലേക്ക് നാം കൊണ്ടുവരാം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ വചനം: നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന, യേശുവിൻ്റെ അന്ത്യാഭിലാഷം, ഇത് പൂർത്തിയാക്കുവാൻ നമുക്ക് കടമയുണ്ട്. ആർക്കാണ് ഈ കടമയുള്ളത്? എല്ലാവർക്കും. സുവിശേഷം പ്രസംഗിക്കാനുള്ള വിളി ലഭിക്കുന്നത് പൗരോഹിത്യ പട്ടത്തിൽ നിന്നോ സന്യാസ വ്രതവാഗ്ദാനങ്ങളിൽ നിന്നോ സമർപ്പിത ജീവിതത്തിൽ നിന്നോ അല്ല, മറിച്ച് സുവിശേഷം പ്രസംഗിക്കാനുള്ള വിളി ലഭിക്കുന്നത് മാമോദീസയിൽ നിന്നാണ്. അതുകൊണ്ട് മാമോദീസ സ്വീകരിച്ച എല്ലാവരും പ്രേക്ഷിതരാണ്. എല്ലാ ക്രിസ്ത്യാനികളും ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കണം. അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ നാം കണ്ടു, സമറിയായുടെ ഗ്രാമങ്ങളിൽ ആദ്യം സുവിശേഷം പ്രസംഗിച്ചത് അപ്പസ്തോലന്മാരായിരുന്നില്ല, ചിതറിക്കപ്പെട്ട സാധാരണ വിശ്വാസികളായിരുന്നു. ജോലിക്ക് വേണ്ടിയോ പഠനത്തിന് വേണ്ടിയോ ചിതറിക്കപ്പെട്ടവരാരും തന്നെ പ്രവാസികളെല്ലാം മറിച്ച് പ്രേക്ഷിതരാണ്. ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ യേശുവിന് സാക്ഷ്യം കൊടുക്കണം, യേശുവിന് സുവിശേഷത്തിന് സാക്ഷ്യം കൊടുക്കണം. അതിനു വേണ്ടിയാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് എത്ര പ്രധാനപ്പെട്ടതാണെന്ന് 3 വചനങ്ങൾ നമുക്ക് കാണിച്ചു തന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യസുകാർക്ക് 1-ാം ലേഖനം 9-ാം അധ്യായം 16-ാമത്തെ വചനം: ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് ദുരിതം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-33 വചനങ്ങൾ: മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ കർത്താവിനെ ഏറ്റുപറഞ്ഞാൽ അവിടുന്ന് എന്നെ ഏറ്റുപറയും, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ തള്ളിപ്പറഞ്ഞാൽ അവിടുന്നും എന്നെ തള്ളിപ്പറയും. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 26-ാമത്തെ വചനം: എന്നെക്കുറിച്ചോ എൻ്റെ വചനത്തെക്കുറിച്ചോ നിങ്ങൾ ലജ്ജിച്ചാൽ നിങ്ങളെക്കുറിച്ച് ഞാനും ലജ്ജിക്കും. അതുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുക എന്നത് നമ്മുടെ പരമപ്രധാനമായ കടമയാണ്. ഇനി നമ്മുടെ ഈ സാഹചര്യങ്ങളിൽ ഈ സുവിശേഷം പ്രസംഗിക്കാൻ നമുക്ക് സാധിക്കുമോ? ഈ സുവിശേഷം നമ്മൾ പ്രസംഗിക്കണമോ? സുവിശേഷം പ്രസംഗിക്കാൻ നമുക്ക് അവകാശമുണ്ടോ എന്നെല്ലാം നാം കണ്ടു. ഇനിയും സുവിശേഷം പ്രസംഗിക്കാൻ നമുക്ക് സാധിക്കും. പ്രതിസന്ധികളുണ്ടാകും, വെല്ലുവിളികളുണ്ടാകും, തടസ്സങ്ങളുണ്ടാകും. പക്ഷെ തടസ്സങ്ങളില്ലാത്തൊരു നല്ല നാളേക്ക് വേണ്ടി കാത്തിരിക്കാതെ ഈ തടസ്സങ്ങൾക്കിടയിലും സുവിശേഷം നമ്മൾ പ്രസംഗിക്കണം. ഇനിയും സുവിശേഷം പ്രസംഗിക്കാൻ സാധ്യതയുണ്ട്. ഇനിയും സുവിശേഷം പ്രസംഗിക്കാൻ നമുക്ക് സാധിക്കും. ത്യാഗങ്ങളെടുക്കാൻ നാം തയ്യാറാണെങ്കിൽ സുവിശേഷം പ്രസംഗിക്കാൻ നമുക്ക് ഇനിയും സാധിക്കും. സുവിശേഷം പ്രസംഗിക്കാൻ നമുക്ക് അവകാശമുണ്ടോ? നാം കണ്ടു, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും ആ വിശ്വാസം പ്രഖ്യാപിക്കുവാനും ആ വിശ്വാസം പ്രഘോഷിക്കുവാനും എനിക്ക് കടമയുണ്ട്, എനിക്ക് അവകാശമുണ്ട്. ഞാൻ അനുഭവിച്ച യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ എനിക്ക് അവകാശമുണ്ട്. ഇനി ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണോ? ആരുടെയെങ്കിലും വികാരങ്ങളെ വ്രണപ്പെടുത്തലല്ല ആണോ? അല്ല എന്ന് നാം കണ്ടു കഴിഞ്ഞു. കാരണം ഞാൻ അനുഭവിച്ചത് മറ്റുള്ളവരോട് പങ്കുവെക്കുന്നു. ഞാൻ കണ്ട സിനിമയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നു. ഞാൻ അറിഞ്ഞ പച്ചമരുന്നിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നു. ഞാൻ കഴിച്ച ഭക്ഷണത്തെക്കുറിച്ച് പറയുന്നു. പിന്നെ എന്തുകൊണ്ട് ഞാൻ കണ്ടറിഞ്ഞ, മനസ്സിലാക്കി, അനുഭവിച്ച യേശുവിനെ കുറിച്ച്, സുവിശേഷത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞുകൂടാ? ഇതാണ് സുവിശേഷ പ്രവർത്തനമെന്ന് നാം കണ്ടു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 43 മുതൽ 51 വരെയുള്ള വചനങ്ങളിൽ ഫിലിപ്പോസ് നഥാനയേലിനെ യേശുവിന്റെ പക്കലേക്ക് കൊണ്ടുവരുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ സമറിയാക്കാരി സ്ത്രീ ആ പട്ടണത്തിലെ ജനങ്ങളെ യേശുവിലേക്ക് അടുപ്പിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 20-ാമത്തെ വചനത്തിൽ മാനസാന്തരപ്പെട്ട പൗലോസ് സിനഗോഗുകൾ തോറും നടന്ന് യേശു ദൈവപുത്രനാണെന്ന് പഠിപ്പിക്കുന്നു. അറിഞ്ഞ യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു. എങ്ങനെയാണ് ഈ അവസ്ഥയിലേക്ക് നമുക്ക് വളരാൻ സാധിക്കുക? വചനം നമ്മൾ പഠിക്കണം, വചനം നമ്മൾ പാലിക്കണം, വചനം നമ്മൾ പ്രഘോഷിക്കണം. വചനം പഠിക്കുക എന്ന് പറയുമ്പോൾ ഈ പുസ്തകത്തിലെ കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക എന്നതിനേക്കാൾ ഉപരിയായി യേശുവുമായി ഒരു ബന്ധത്തിൽ വരിക എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. വചനം ഒരു ശക്തിയല്ല, വചനം ഒരു വ്യക്തിയാണ്, ക്രിസ്തുവാണ്. ക്രിസ്തുവിനോടുള്ള സ്നേഹമാണ് വചനത്തോടുള്ള സ്നേഹം. ഈ യേശുവിൻ്റെ തിരുഹൃദയമാണ് വിശുദ്ധ ഗ്രന്ഥം. യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ തുടിപ്പുകളാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുക. ആ തുടിപ്പുകൾ നാം കേൾക്കണം. അവൻ്റെ ഹൃദയത്തിൻ്റെ ഇംഗിതങ്ങൾ നാം മനസ്സിലാക്കണം. എന്നിട്ട് ജീവിതത്തിൽ പാലിക്കണം. വചനം കേൾക്കുക മാത്രം ചെയ്യുന്നവർ ആത്മവഞ്ചകരാണ്. ഈശോയോട് സ്നേഹമുള്ളവർ ഈശോയുടെ വചനം പാലിക്കും. അതുകൊണ്ട് പഠിച്ച വചനം പാലിക്കണം. പാലിച്ച വചനം പ്രഘോഷിക്കുമ്പോഴാണ് വചന ജീവിതത്തിൻ്റെ ഏറ്റവും ഉയർന്ന പടിയിലേക്ക് നാം എത്തുന്നത്. എത്രയോ കോടിക്കണക്കിന് ജനങ്ങൾ ഇനിയും സുവിശേഷം കേൾക്കാൻ കാത്തിരിക്കുന്നു. ആരും പ്രസംഗിക്കുന്നില്ല എങ്കിൽ അവർ എങ്ങനെ കേൾക്കും? കേൾക്കുന്നില്ല എങ്കിൽ അവർ എങ്ങനെ വിശ്വസിക്കും?
കേൾക്കാത്തത് കൊണ്ട് വിശ്വസിക്കാത്ത ധാരാളം ജനങ്ങൾ നമ്മുടെ ചുറ്റും ജീവിക്കുമ്പോൾ കേട്ടിട്ടുള്ള നാം എങ്ങനെയാണ് പ്രസംഗിക്കാതിരിക്കുക? നമ്മൾ പ്രസംഗിക്കുന്നില്ല എങ്കിൽ അവർ എങ്ങനെ കേൾക്കും? കേൾക്കുന്നില്ല എങ്കിൽ അവർ എങ്ങനെ വിശ്വസിക്കും? വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അതുകൊണ്ട് നാം അനുഭവിച്ച യേശുവിനെ നമുക്ക് പങ്കുവയ്ക്കാം. നാം കേട്ട രക്ഷയുടെ സന്ദേശം, സുവിശേഷം മറ്റുള്ളവരെ നമുക്കറിയിക്കുക. ഈ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള നിമിഷങ്ങളിൽ, വിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ നിമിഷങ്ങളിൽ ഈ ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വചനം പഠിക്കുവാനും പാലിക്കുവാനും പ്രഘോഷിക്കുവാനുള്ള കൃപ. യേശുവിനെ കുറിച്ച് അറിയാത്തവർ അവനെക്കുറിച്ച് അറിയുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ച് ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ സുവിശേഷ പ്രവർത്തകരെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷകന്റെ മിഷൻ എന്ന ഈ മിഷൻ ധ്യാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവരെ കർത്താവ് സ്പർശിക്കട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകട്ടെ, വചനം പഠിക്കുവാനും പാലിക്കുവാനും പ്രകാശിക്കുവാനുള്ള കൃപ അവർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആരാധനയുടെ നിമിഷങ്ങൾ കൈകൾ കൂപ്പി വലിയ ഭക്തിയോടെ നമുക്കായിരിക്കാം. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ കർത്താവേ, അങ്ങയുടെ വചനം പറയുവാൻ എൻ്റെ ജീവിതത്തെ ഒരുക്കണമേ. സാഹചര്യം എൻ്റെ ജീവിതത്തിൽ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും അങ്ങയുടെ വചനം തീഷ്ണതയോടെ, വചനം കേൾക്കാത്ത, വചനത്തിപ്പെടാത്ത സ്ഥലങ്ങളിലേക്ക് അവിടെ തന്നെ കൈപ്പിടിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മോടൊപ്പമായിരിക്കുന്ന യേശുവിനെ നമുക്ക് ആരാധിക്കാം. യേശുവേ, ഇതാ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ ഈശോ നമ്മോടൊപ്പം. നമ്മെ സ്നേഹിക്കുന്നവൻ, നമ്മെ പരിപാലിക്കുന്നവൻ ഇതാ നമ്മോടൊപ്പം. യേശുവേ, അവന്റെ വചനം ശ്രവിക്കുവാനും അവന്റെ വചനം പാലിക്കുവാനും പ്രഘോഷിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാനെന്ന് കർത്താവ് നമ്മോട് അരുളി ചെയ്ത വചനങ്ങൾ നമുക്ക് ഓർക്കാം. യേശുവേ, കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷം പഠിക്കുവാനും പാലിക്കുവാനും പ്രഘോഷിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കൈകൾ ഉയർത്തി അവിടുത്തെ പക്കലേക്ക്, കണ്ണുകൾ ഉയർത്തി നമുക്ക് അവിടുത്തെ ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ കരുണയായിരിക്കണമേ. കർത്താവേ ജനത്തിന്റെ മേൽ കൃപ വർഷിക്കണമേ. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ വചനം കൊണ്ട് അവരെ നിറയ്ക്കണമേ. അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളെ വചനങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. വചനം പഠിക്കുവാനുള്ള കൃപ നൽകണമേ. വചനം പാലിക്കുവാനുള്ള കൃപ നൽകണമേ. വചനം പ്രഘോഷിക്കുവാനുള്ള കൃപ നൽകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹഗീതമാ യേശുവിലേക്ക് നോക്കി എന്നേശുനാഥാ നീ കർത്താവേ, സ്നേഹഗീതമാ എൻ്റെ ഈശോ, എന്നേശുനാഥാ നീ നിന്റെ വചനത്തിൽ ആഴപ്പെടുത്തണമേ കർത്താവേ. എൻ ജീവനേ ഈശോയേ, കാളും നീ വലിയതാണെനിക്ക്. കർത്താവേ, ഞങ്ങൾ അങ്ങേ എൻ ആരാധിക്കുന്നു. ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ആരാധനയിൽ പങ്കെടുക്കുക എല്ലാവർക്കും കൈകൾ വീശി പാടി ആരാധിച്ചേ. ആരാധന, വലിയ ആഗ്രഹത്തോടെ ആരാധന, എൻ്റെ ഈശോയെ, ആരാധന, ആരാധന, തീരുമാനമെടുക്കട്ടെ ഈ സമയം. ആരാധന, സുവിശേഷം പ്രസംഗിക്കുവാൻ എന്റെ ജീവിതത്തെ ഒരുക്കണമേ. ആരാധന, വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ആരാധന, ഈശോയെ, ആരാധന, ആരാധന, ആരാധന. കൈകൾ കൂപ്പി പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം.
നമ്മോടൊപ്പമായിരിക്കുന്ന യേശുവിൻ്റെ മുമ്പിൽ നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ആവശ്യങ്ങളെയും കഷ്ടപ്പാടുകളെയും വേദനകളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകം മുഴുവൻ ക്രിസ്തുവിനെ അറിയട്ടെ. നമ്മുടെ ഭാരതം മുഴുവൻ സുവിശേഷ വെളിച്ചം കൊണ്ട് നിറയട്ടെ. ഈ വലിയ ലക്ഷ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മിലൂടെ കുറച്ചു പേരെങ്കിലും സുവിശേഷം കേൾക്കുവാനുള്ള, യേശുവിനെ അറിയുവാനുള്ള സാഹചര്യം വരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകം യേശുവിനെ അറിയട്ടെ. ഈ ലോകം സുവിശേഷം കേൾക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രയത്നിക്കാം. നമ്മിലൂടെ 10 പേരെങ്കിലും സുവിശേഷം കേൾക്കണമേ എന്ന് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ ശക്തിപ്പെടുത്തുന്ന കർത്താവ് നമ്മോടൊപ്പമുണ്ട്. ശ്രീഹന്മാരെ ശക്തിപ്പെടുത്തിയ കർത്താവ് അവർക്ക് ശക്തി നൽകി, ബലം നൽകി, കൃപ നൽകി അവരെ വഴി നടത്തിയ കർത്താവ് ഇതാ നമ്മോടൊപ്പമുണ്ട്. നമ്മോടൊപ്പമായിരുന്ന് നമ്മെ ശക്തിപ്പെടുത്തുന്ന ആ കർത്താവിന്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷം കേൾക്കാത്ത പ്രദേശങ്ങളെ നമുക്ക് സമർപ്പിക്കാം. സുവിശേഷം ഇതുവരെ കേൾക്കാത്ത എല്ലാ ജനങ്ങളെയും തമ്പുരാന്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വഴികൾ തുറക്കട്ടെ, സുവിശേഷം ഇറങ്ങി വരട്ടെ, അവർ സുവിശേഷം കേൾക്കട്ടെ, വചനം അവരുടെ ജീവിതത്തെ സ്പർശിക്കട്ടെ, വചനത്തിന്റെ വെളിച്ചം അവരുടെ ജീവിതത്തിൽ ഉദിക്കട്ടെ. സുവിശേഷം കേൾക്കാത്ത എല്ലാ ഗ്രാമങ്ങളെയും, സുവിശേഷം കേൾക്കാത്ത എല്ലാ ജനങ്ങളെയും അവിടുത്തെ മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ നന്ദി. കർത്താവേ കരുണയായിരിക്കണമേ. അവരുടെ മേൽ വചനം വർഷിക്കണമേ, വചനം അയക്കണമേ, വചനമയച്ച് ശക്തിപ്പെടുത്തണമേ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. കർത്താവേ, ഇത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഒരു സുവിശേഷമായി മാറുവാൻ രക്ഷകന്റെ വിഷയൻ എന്ന ചാക്രിയ ലേഖനത്തിൽ ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ടല്ലോ: മാമോദീസയിലൂടെ നാം എല്ലാവരും മിഷണറിമാരാണ്. കർത്താവേ, അവിടുത്തെ വചനം ലോകാതിർത്തികളോളം എത്തിക്കുവാൻ എന്നെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. യേശുവേ, അവിടുന്ന് എന്നെ കൈപിടിച്ച് നടത്തണമേ. ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് അവിടുത്തെ വചനം എത്തിക്കുവാനായിട്ട് അവിടുന്ന് വഴി നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൈകൾ കൂപ്പി ഈശോയിലേക്ക് നോക്കി, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഒരുമിച്ച് കുടുംബങ്ങൾ ഒന്ന് ചേർന്ന് തന്നെ യഹോവയെ സേവിക്കുമെന്ന വചനം കുടുംബങ്ങളൊന്ന് ചേർന്ന് തീരുമാനമെടുക്കട്ടെ. ഈ സമയം കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനം ലോകാതിർത്തികളിലേക്ക് എത്തിക്കുവാൻ അവിടെ തന്നെ സഹായിക്കണമേ. തുല്യം ആരുമില്ലേ എന്റെ കർത്താവേ, അങ്ങെപ്പോലെ ഈശോയേ, യേശുവേ, തുല്യം ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരുമില്ലേ എന്റെ കർത്താവേ, അങ്ങെപ്പോലെ യേശുവേ, ജീവനേ, സ്വന്തമേ, സ്നേഹമേ, നമുക്ക് ചേർന്ന് പാടാം. മാർവിൽ ചാരുന്നു അവിടുത്തെ പക്കലേക്ക് നോക്കിക്കൊണ്ട് ജീവനേ, സ്വന്തമേ, അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. കൈകൾ വീശി പാടട്ടെ എല്ലാവരും. ആരാധന, ആരാധിക്കട്ടെ. ദൈവിക ശക്തി കടന്നു ചെല്ലട്ടെ. ഈ സമയം ഉറച്ച തീരുമാനമെടുക്കട്ടെ. ഇതാ ഞാൻ കർത്താവേ എന്ന് ഏലിയാ പ്രവാചകനോട് നീ എവിടെയാണ് കർത്താവ് അങ്ങയെ പ്രതി ഞാൻ ജനിക്കുകയാണെന്ന് പറഞ്ഞതുപോലെ തീരുമാനമെടുക്കട്ടെ. ഇതാ കർത്താവേ, ഞാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ, എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി കൈകൾ ഉയർത്തി സ്തുതിച്ച് ചേർന്ന് പാടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സുവിശേഷം കേൾക്കാത്ത എല്ലാ ജനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സുവിശേഷം എത്തിയിട്ടില്ലാത്ത എല്ലാ പ്രദേശങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവേ അവരുടെ മേൽ കൃപ വർഷിക്കണമേ, വചനം അയക്കണമേ, വചനത്തിന്റെ വെളിച്ചം നൽകണമേ. കർത്താവേ അവർ അങ്ങയെ അറിയട്ടെ, കർത്താവേ ലോകം മുഴുവൻ അങ്ങയെ അറിയട്ടെ. എല്ലാ നാവുകളും അങ്ങയുടെ നാമം സ്തുതിക്കട്ടെ, എല്ലാ മുട്ടുകളും അങ്ങയുടെ മുമ്പിൽ മടങ്ങട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സുവിശേഷം അറിയാത്ത ജനങ്ങളെ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. സുവിശേഷം എത്തിയിട്ടില്ലാത്ത പ്രദേശങ്ങളെ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. സുവിശേഷത്തിന്റെ വെളിച്ചം അവർക്ക് നൽകണമേ, അവരുടെ മേൽ കൃപ ചൊരിയണമേ, അവരുടെ കരുണയായിരിക്കണമേ. കർത്താവേ വചനത്തിന്റെ കൃപ നൽകണമേ, വചനത്തിന്റെ കൃപ നൽകണമേ, വചനം കൊണ്ട് അവരെ നിറയ്ക്കണമേ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഘോഷിച്ചിടാം യേശുവിനെ, സത്യസുവിശേഷത്തെ നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, നോക്കി പാർക്കാം. ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ്. യേശുവിനെ, വീണ്ടും വരുന്നവനെ കർത്താവേ ഘോഷിച്ചിടാം യേശുവിനെ, സത്യസുവിശേഷത്തെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നോക്കി പാർക്കാം. യേശുവിനെ, വീണ്ടും വരുന്നവനെ ആരാധിക്കാം. യേശുവിനെ, അധികാരമുള്ളവനെ വണങ്ങിടാം. ദൈവക്കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ ആരാധിക്കാം. യേശുവിനെ, അധികാരമുള്ളവനെ വണങ്ങിടാം. ദൈവക്കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ, ആരിലും ഉന്നതനെ. ഈശോയിലേക്ക് കണ്ണുകൾ തുറന്നു നോക്കി തീരുമാനമെടുക്കട്ടെ. ഈ സമയം, ഈ ദിവസങ്ങളിലെ രക്ഷകന്റെ മിഷൻ എന്ന കൺവെൻഷൻ പൂർണ്ണമായി ലോകത്തിൻ്റെ അതിർത്തികളിലോളം ഈ ദൈവവചനത്തിൻ്റെ സന്ദേശം കടന്നു ചെല്ലുവാനായിട്ട് എല്ലാ മക്കളുടെ ഹൃദയങ്ങളിലേക്കും ഈ ദൈവിക ദൂത് കടന്നു ചെല്ലുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഓരോ മക്കളിലും, വിളിക്കപ്പെട്ട ഓരോ മക്കളിലേക്കും, മാമോദീസയിലുള്ള ഓരോ മക്കളിലേക്കും അങ്ങയുടെ വചനം കടന്നു ചെല്ലുവാനായിട്ട് ഓരോ മക്കളെയും അവിടുന്ന് ഒരുക്കണമേ. കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം, നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിക്കട്ടെ. ഈ സമയം രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് കർത്താവേ, ഞാൻ തീരുമാനമെടുക്കുന്നു. കുടുംബങ്ങൾ ഒന്നാകെ തീരുമാനമെടുക്കട്ടെ. ഇതാ എല്ലാ മക്കളും തീരുമാനമെടുക്കുന്നു. യേശുവേ, അങ്ങയുടെ വചനത്തിനായി, അങ്ങയുടെ വചന ലോകമെങ്ങും എത്തിക്കുവാനായിട്ട് എന്നെ ഒരു സുവിശേഷമാക്കി മാറ്റണമേ. വലിയ തീരുമാനമെടുത്ത് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,
അങ്ങേക്കാരാധന